നമസ്കാരം. PC സെൽഫ് സ്റ്റഡീസ് കോഡിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ്, കമ്പനി LGS മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ 100 ദിവസത്തേക്ക് സമഗ്രമായി പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് SCERT ക്ലാസ്സാണ്. 5ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം ഭാഗം 1 നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും 1ാം ഭാഗം ടെക്സ്റ്റിൽ വരുന്ന സാമൂഹ്യ ശാസ്ത്രത്തിലെ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ക്ലാസ്സോട് കൂടി തന്നെ എന്ത് ചെയ്യും, പഠിച്ച് തീർക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇടാൻ നമ്മളെ തുടർന്ന് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലും കൂടെ മെമ്പർ ആവുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. SCERT പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. 10th ലെവൽ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് SCERT സോഷ്യലും സയൻസും. അപ്പോൾ 5ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഒറ്റ വീഡിയോയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് എടുക്കാനായിട്ട് പറ്റും. ബാക്കി ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ നമ്മൾ ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളിവിടെ നോക്കിക്കേ. ആദ്യം തന്നെ നിങ്ങൾക്കൊരു കാര്യം പറയുകയാണ്. നമ്മുടെ പാഠപുസ്തകത്തിൽ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് പഠിക്കാനുള്ളതാണല്ലേ, നമ്മുടെ ഭരണഘടനയിൽ പഠിക്കാനുള്ളതാണ്. നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ആമുഖത്തിലെ കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം. നമ്മുടെ ആമുഖം എങ്ങനെ തുടങ്ങിയേക്കുന്നതെന്ന് നോക്കിക്കേ. ഭാരതത്തിലെ ജനങ്ങളായ നാം, അല്ലേ, ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് സംവിധാനം ചെയ്യുവാനും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരേ ഒരു തീയതി ഇവിടെ നോക്കിക്കേ. 1949 നവംബർ 26. ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരേ ഒരു തീയതി എന്ന് പറയുന്നത് 1949 നവംബർ 26. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരേ ഒരു തീയതി. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് ഇവിടെ പറയുന്നുണ്ട്. 1976 ഭരണഘടനാ ഭേദഗതി, 42ാം ഭരണഘടനാ ഭേദഗതി, അല്ലേ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയിലൂടെയാണ് ഈ ഒരു ആമുഖം എന്ത് ചെയ്തിരിക്കുന്നത്, ഭേദഗതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആമുഖത്തിൽ വരുത്തിയ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്നത് മാറ്റിയിട്ട് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറ്റി. അതായത് നമ്മളിപ്പോൾ ഇവിടെ വായിച്ച ഈ ഒരു കാര്യമായിട്ട് മാറ്റി. അപ്പോൾ ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നേ ഉള്ളായിരുന്നു. അതിൽ സ്ഥിതി സമത്വം മതേതരം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അതുപോലെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും, ഇവിടെ കണ്ടോ 2 പറഞ്ഞ് കാണിച്ചേക്കുന്നത് കണ്ടോ. അപ്പോൾ അവിടെ എന്താണ്, രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം ഐക്യവും അഖണ്ഡതയും എന്ന് ആക്കി മാറ്റി. ഇവിടെ 1 പറഞ്ഞുകൊണ്ട് കാണിച്ചേക്കുന്നു, അവിടെ ഒരു ഭേദഗതി വന്നു. ഈ 2 പറഞ്ഞ് കാണിച്ചേക്കുന്നിടത്ത് എന്ത് വന്നു, ഒരു ഭേദഗതി വന്നു. അപ്പോൾ ഇത് 1976 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ അതൊരു ഇൻട്രഡക്ഷനായിട്ട് പറഞ്ഞതാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഒന്നാമതായിട്ട് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് പീലിയുടെ ഗ്രാമമാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ചാപ്റ്ററിലെ കണ്ടന്റ് എന്ന് പറയുന്നത് പീലിയുടെ ഗ്രാമത്തിലേക്ക് പീലിയുടെ കുറച്ച് കൂട്ടുകാരെന്ത് ചെയ്യുകയാണ്, കാണാനായിട്ട് വരികയാണ്. പീലിയുടെ കുറച്ച് സഹപാഠികളെ ഗ്രാമത്തിലേക്ക് കാണാനായിട്ട് വരികയാണ്. അപ്പോൾ പല സാഹചര്യങ്ങളിൽ നിന്ന് വന്ന കുറേ കുട്ടികളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. വീൽ ചെയറിലിരിക്കുന്ന കുട്ടി അപ്പോൾ നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നതെന്ന് പറയുന്നു. രണ്ടാമതൊരാൾ എന്താണ്, അപ്പു എന്ന് പറയുന്ന ഒരു ആളുടെ കാര്യം പറയുന്നുണ്ട്. നഗരത്തിലെ ചേരിയിലാണ് അപ്പു താമസിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ചേരികളെന്ന് പറയുന്നത്, ചേരികളെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ തിങ്ങി പാർപ്പിടങ്ങളുള്ള നഗര മേഖലകളെയാണ് ചേരികളെന്ന് പറയുന്നത്. അപ്പോൾ ചേരിയിലാണ് താമസിക്കുന്നതെന്ന് പറയുന്നു. അതുപോലെ ഒരു ബിസിനസ്സുകാരനാണ് എൻ്റെ പപ്പ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി. അതുപോലെ ചമേലി എന്ന് പറയുമ്പോഴത്തേനും അവർ
വേറൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന് താമസിക്കുന്ന ഒരു കുട്ടിയാണ്, അല്ലെ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് നമ്മൾ പറയും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ്? അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ കുടുംബമായിട്ട് എത്തുന്നു. അവരുടെ മക്കളെ പൊതുവിദ്യാലയങ്ങളിൽ, ഇവിടുത്തെ കേരളത്തിലെ വിദ്യാലയങ്ങളിലൊക്കെ ഇപ്പോൾ ഒരുപാട് കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല ആൾക്കാരും ഈ പീലിയുടെ ഗ്രാമം കാണാൻ വരുമ്പോൾ അവരവിടുത്തെ സവിശേഷതകളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുകയാണ്? പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനുള്ള എന്തെങ്കിലും പോയിന്റുകളുണ്ടെങ്കിൽ നമുക്കതിനകത്ത് നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ പീലിയുടെ ഗ്രാമത്തിലും അവർ കൃഷിയിടത്തിലേക്കൊക്കെ കാണാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ എന്താണ് ആഴ്ചച്ചന്തകൾ എന്ന് പറയുന്നത്? ആഴ്ചച്ചന്തകളിൽ വന്നിട്ടാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവരുണ്ടാക്കിയത് വിൽക്കുന്നതും എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആഴ്ചച്ചന്തകൾ എന്ന് പറയുമ്പോഴത്തേനും ഈ ഗ്രാമവാസികൾ അവരുണ്ടാക്കിയ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അവരുടെ ഗ്രാമത്തിൽ ഇല്ലാത്തതൊക്കെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങാനുമായിട്ടൊക്കെ ആഴ്ച ചന്തകൾ വിളിച്ചു ചേർക്കും. അങ്ങനെ ഒന്നിച്ച് ഗ്രാമങ്ങളിലെ ആൾക്കാരും അടുത്ത ഗ്രാമങ്ങളിലെ ആൾക്കാരും എല്ലാം കൂടെ എന്ത് ചെയ്യും? ആഴ്ച ചന്തകളിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അപ്പോൾ അതാണ് ആഴ്ച ചന്തകളെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ കാളപ്പൂട്ട് മത്സരങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. കൊയ്ത്തിന് ശേഷം രണ്ടാം വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത്. കാളപ്പൂട്ട് മത്സരങ്ങൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മത്സരമാണ്. കൊയ്ത്ത് കഴിഞ്ഞിട്ട് രണ്ടാം വിളയിറക്കുന്നതിന് വേണ്ടിയിട്ട് ഉഴുതുമറിച്ചിട്ടേക്കുന്ന വയലിൽ കാളപ്പൂട്ട് മത്സരങ്ങൾ നടത്തുമെന്നും പറയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ് എന്നൊക്കെ ഇവിടെ ആര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? പീലി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ, 1-2 പോയിൻറ്റുകളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, എങ്കിൽ പോലും കളയരുത്. നമ്മളെല്ലാം പഠിച്ചു വേണം പോകാനായിട്ട്. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാവുന്നതാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഭക്ഷണവും മനുഷ്യരും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു പോയിൻ്റ് പഠിക്കാനുണ്ട്. ലോക ഭക്ഷ്യ ദിനം എന്താണ് എന്ന്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, ആദിമ മനുഷ്യർ എന്ന് പറയുമ്പോഴത്തേനും എങ്ങനെയാണ് അവർ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്? പണ്ട് കാലത്ത് ഈ പഴങ്ങളും ഇലകളും കായ്ക്കനികളും ഒക്കെ നേരിട്ട് തന്നെ ഭക്ഷണമാക്കിക്കൊണ്ടിരുന്നവരാണ് ആദിമ മനുഷ്യരല്ലേ. അന്നത്തെ കാലത്തൊന്നും തീയൊന്നുമില്ല, നമുക്ക് വേവിച്ച് കഴിക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ ആദിമ മനുഷ്യരൊക്കെ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്? അവർ പച്ചയ്ക്ക് തന്നെ, അല്ലെങ്കിൽ ജീവികളെയൊക്കെ പച്ചയായിട്ട് കൊന്നു തിന്നുകൊണ്ടിരുന്ന കാര്യമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ആദ്യകാലത്തൊക്കെ. പിന്നീട് എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി? തീ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗമൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് ലഭ്യമായ വസ്തുക്കളൊക്കെ എന്ത് ചെയ്തു? പച്ചയായി തന്നെ തിന്നു. ഇവിടെ പടമൊക്കെ കാണിച്ചിട്ടുണ്ട്, പച്ചയ്ക്ക് മാംസം ഭക്ഷിക്കുന്നതിൻ്റെ പടമൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ തീ ഉപയോഗിച്ച് പരിശീലിച്ചതോടുകൂടി ഭക്ഷണ പദാർത്ഥങ്ങൾ വേവിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആദ്യകാലത്തൊന്നും ഇത് അറിയത്തില്ല. പിന്നീട് ഇവിടെ കണ്ടു തീ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അവർ മനസ്സിലാക്കി. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുമെന്ന് മനുഷ്യർ കണ്ടു. ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ തീ ഉണ്ടാക്കാനായിട്ട് പരിശീലിച്ചതോടുകൂടി ഭക്ഷണ പദാർത്ഥങ്ങൾ അവർ വേവിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേവിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ മനുഷ്യർ മൃഗങ്ങളെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആദ്യകാലത്ത് ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയവയൊക്കെ അവർ ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. എന്നാൽ മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയതും ആരെയാണ്? നായയെയാണ്. നായ എന്ന് പറയുമ്പോഴത്തേക്കും മനുഷ്യരോട് വളരെ പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു മൃഗമാണ്. അങ്ങനെ കാവലിന് വേണ്ടിയിട്ട് നായകളെയൊക്കെ ഉപയോഗപ്പെടുത്തി. അങ്ങനെ നായകളാണ് ആദ്യമായിട്ട് മനുഷ്യരോട് ഇണങ്ങിയ മൃഗങ്ങളെന്ന് പറയുന്നത്. ഇനി ഭക്ഷ്യവസ്തുക്കൾ വലിച്ചെറിഞ്ഞപ്പോൾ അതിൽ നിന്ന് പുതിയ തൈകൾ മുളയ്ക്കുന്നതായിട്ട് കണ്ടെത്തി. അങ്ങനെയാണ് കൃഷിയിലേക്ക് എത്തുന്നത്. അങ്ങനെ കൃഷി ചെയ്യാനായിട്ട് മനുഷ്യർ ആരംഭിക്കുകയാണ്. അവർ ഭക്ഷ്യവസ്തുക്കളൊക്കെ വലിച്ചെറിഞ്ഞപ്പോൾ അത് അവിടെ കിടന്ന് മുളയ്ക്കുന്നതായിട്ട് കണ്ടെത്തി. എന്നാൽ
പാറപ്പുറത്ത് കൊണ്ട് വിത്തിടുവാണെങ്കിലോ അവിടുന്ന് അത് കിളിച്ചു വരുമോ? ഇല്ല, ഉണങ്ങിപ്പോവും. വെള്ളത്തിലിട്ടുവാണെങ്കിലോ അവിടുന്ന് ചീഞ്ഞു പോവും. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള കണ്ടീഷനുകളൊക്കെ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കി. ഈർപ്പവും ചൂടുമുള്ള മണ്ണിലാണെങ്കിൽ അവിടെ വിത്ത് മുളയ്ക്കും. അങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. അങ്ങനെ വൃക്ഷത്തൈകളും ഒക്കെ കൃഷി ചെയ്യുവാനായിട്ട് തുടങ്ങി. ആദ്യകാലത്ത് ഇവർ കൃഷി ചെയ്ത സാധനങ്ങളാണ് ഗോതമ്പ്, ബാർലി, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. എവിടെയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്? നദീതടങ്ങളിലാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. കാരണം എന്താ? കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലവും മണ്ണും ഒക്കെ പ്രധാനമായിട്ടും ലഭിച്ചിരുന്നത് നദീതടങ്ങളിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നദീതടങ്ങളിലാണ് ആദ്യകാലത്ത് കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചത്. ഇങ്ങനെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞ മനുഷ്യർ എന്ത് ചെയ്തു? കൃഷിയിടങ്ങൾക്ക് സമീപം വാസം ആരംഭിച്ചു. ഈ നദീതടങ്ങളിലൊക്കെ കൃഷി ആരംഭിച്ചതോടുകൂടി കൃഷിയിടങ്ങൾക്ക് സമീപത്ത് അവർ സ്ഥിരവാസം ആരംഭിച്ചു. അങ്ങനെ എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നു. അങ്ങനെ ആദ്യകാലത്തേക്ക് ഇവർ ഭക്ഷണം അന്നത്തേക്ക് ആവശ്യമായ ഭക്ഷണം അന്നന്ന് കഴിച്ച് അന്നന്ന് സൂക്ഷിച്ച് വെപ്പൊന്നുമില്ലായിരുന്നു. അന്നത്തേക്ക് വേണ്ടത് അന്നന്ന് കഴിക്കുന്നു. അങ്ങനെ ഒരു രീതിയായിരുന്നു. പിന്നീട് അപ്പോൾ കൂടുതൽ കൃഷി ചെയ്തപ്പോൾ കൂടുതൽ ഭക്ഷണങ്ങളുണ്ടായി. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസത്തേക്ക് എടുക്കാനായിട്ട് അവർക്ക് ഭക്ഷണം വന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? അത് സൂക്ഷിച്ച് വെക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ എന്തിലൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ. മൺപാത്രങ്ങൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ തുടങ്ങിയ സാധനങ്ങളിലൊക്കെയാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് ചെയ്തത്? സൂക്ഷിച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. കമ്പ്, കല്ല്, കൊമ്പ് തുടങ്ങിയവയൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന കാർഷിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൺപാത്രങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടിയിട്ട് മൺപാത്രങ്ങൾ ഉപയോഗിക്കുമെന്നും. അപ്പോൾ ആദ്യമൊക്കെ അവർ മണ്ണ് കുഴച്ച് പാത്രങ്ങളായിട്ട് രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനസ്സിലാക്കി. അങ്ങനെ ആദ്യം കാലത്തൊക്കെ കളിമണ്ണ് കൊണ്ട് കുഴച്ച് കൈകൾ കൊണ്ടിട്ടാണ് പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്, മൺപാത്രങ്ങൾ. പിന്നീട് കൃഷി വ്യാപകമായപ്പോൾ അവർക്ക് ധാന്യങ്ങളുണ്ടായി. ഈ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് പല പല വലിപ്പത്തിലുള്ള പാത്രങ്ങൾ വേണം. അങ്ങനെ ആയപ്പോഴത്തേക്കും ഈ പാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ചക്രങ്ങൾ കണ്ടുപിടിച്ചു. ഈ ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. അപ്പോൾ ആദ്യകാലത്ത് കണ്ടോ, കൈ കൊണ്ട് കുഴച്ചിട്ടൊക്കെ ആദ്യകാലത്ത് ഇങ്ങനെ കളിമണ്ണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് വലിയ വലിയ പല വലിപ്പത്തിലുള്ള പാത്രങ്ങൾ ആവശ്യമായിട്ട് വന്നപ്പോൾ മനുഷ്യർക്ക് ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഓരോന്നോരോന്ന് കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആവശ്യം വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ പ്രധാന വഴിത്തിരിവായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നു. ഈ ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ധാന്യപ്പുരകൾ നിർമ്മിച്ചതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. ഈ സിന്ധു നദീതട സംസ്കാരത്തിലെ ആളുകൾ അവിടുത്തെ പ്രധാനപ്പെട്ട സവിശേഷതകളൊന്നായിരുന്നു ധാന്യപ്പുര. അവിടെ എന്തുണ്ടായിരുന്നു? ധാന്യപ്പുരയുണ്ടായിരുന്നു. ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയതായിരുന്നു ഈ ധാന്യപ്പുരകൾ എന്ന് പറയുന്നത്. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ ധാന്യപ്പുരകളിൽ എന്ത് ചെയ്തിരുന്നു? സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തിലെ ആളുകൾ എന്തുപയോഗിച്ചിരുന്നു? ധാന്യപ്പുര യൂസ് ചെയ്തിരുന്നു. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ധാന്യപ്പുരകൾ. ദൂരഗ്രാമങ്ങളിൽ നിന്ന് പോലും ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഓർഡറാണ് പഠിച്ചു വരുന്നത്. ആദ്യകാലം എന്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ? ആദിമ മനുഷ്യർ ആദ്യം ഇലകളും കായ്കനികളും ഒക്കെ പച്ചയ്ക്ക് തിന്നു. പിന്നെ തീ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഭക്ഷണം വേവിച്ച് തിന്നാൻ തുടങ്ങി. പിന്നീട് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൃഗങ്ങളെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. നായകളെയൊക്കെ ഇണക്കി വളർത്തി പിന്നീട് കൃഷി ചെയ്തു. അവർ വിത്ത് മുളയ്ക്കുമെന്ന് കണ്ടെത്തി കൃഷി ചെയ്തു. അപ്പോൾ അന്നത്തേക്കുള്ള ഭക്ഷണം കണ്ടെത്തിയിരുന്നവർ പിന്നീട് മൺപാത്രങ്ങളിലൊക്കെ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി. പിന്നീട് ധാന്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എവിടെ വരെ എത്തി നിൽക്കുന്നു? ധാന്യപ്പുരകൾ വരെ നമ്മൾ പഠിച്ചു. ഇനി എന്താ പറയുന്നതെന്ന് നോക്കിക്കേ. ഭക്ഷണ വസ്തുക്കൾ കൈമാറുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാലത്ത് ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമാണോ ചെയ്തിരുന്നത്? എന്താണ് ചെയ്തിരുന്നതെന്ന് നമുക്ക് നോക്കാം. തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. ഭക്ഷ്യവസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. ഏകദേശം
1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശത്തിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്യും. അപ്പം ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു നോക്കി. ഈ കടൽ തീരത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ മറ്റു പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പുമൊക്കെ കൈമാറി. കടൽ തീരങ്ങളിലുള്ളവർക്കാണല്ലോ ഈ ഉപ്പും മത്സ്യവും ഒക്കെ ഉള്ളത്. അവർ അത് വേറെ പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറിയിട്ട് അവരിൽ നിന്ന് പകരം വേറെ വനവിഭവങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ സ്വീകരിച്ചു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വേറൊരാൾക്ക് കൊടുത്തിട്ട് അവരുടെ കയ്യിലുള്ളത് ഇങ്ങോട്ട് വാങ്ങിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഭക്ഷ്യവസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ബാർട്ടർ സമ്പ്രദായം എന്ന് കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന ബാർട്ടർ സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. അപ്പം നമുക്ക് പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുന്നു. പക്ഷേ പണ്ട് കാലത്ത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തിരുന്ന വ്യവസ്ഥ നിലനിന്നിരുന്നു. ഇതിനെ എന്താണ് പറയുന്നത്? ബാർട്ടർ സമ്പ്രദായം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇത്തരം കൈമാറ്റങ്ങളിലൂടെയൊക്കെ സമൂഹത്തിൽ വളരെ മാറ്റങ്ങളുണ്ടായി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. സാധനങ്ങൾ കൈമാറിയപ്പോൾ അവിടെ കച്ചവടം ഉണ്ടാകാൻ തുടങ്ങി. അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായിട്ട് ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിലെത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് നോക്കിക്കേ. സാധനങ്ങളുടെ കൈമാറ്റം, അതിലൂടെ ചന്തകൾ രൂപം കൊണ്ടു. പിന്നീട് എന്തായി? അത് ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായിട്ട് മാറി. പിന്നീട് എന്തായിട്ട് മാറുന്നു? നഗരങ്ങളായിട്ട് മാറുന്നു അല്ലേ? ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു നാട്ടിൽ മാത്രമല്ല ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നടന്നത്. ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നടന്നിരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യർ, ജൂതർ എന്നിവരുമായിട്ടൊക്കെ കൈമാറ്റം നമുക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു നാട്ടിൽ മാത്രമല്ല, വിദേശത്തുള്ളവരുമായിട്ടും കൈമാറ്റങ്ങൾ നടന്നിരുന്നു. ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായിട്ടും കൈമാറ്റം ചെയ്തത് എന്തൊക്കെയായിരുന്നു? കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കൈമാറ്റം ചെയ്യപ്പെട്ടത് ഏതൊക്കെയാണ്? കുരുമുളക്, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് അല്ലേ, ഇഞ്ചി, ഗ്രാമ്പു തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതായിരുന്നു? ഏറ്റവും പ്രിയപ്പെട്ടത്, വിദേശികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അല്ലേ, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു. അപ്പോൾ ഇവിടെ വാസ്കോഡഗാമയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ്, പോർച്ചുഗീസുകാരനാണ് വാസ്കോഡഗാമ. ഈ വാസ്കോഡഗാമ ഇവിടെ വന്നിട്ട് അയാൾക്ക് ആയ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകളാണ് കൊണ്ടുപോയത് എന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നു. അദ്ദേഹം വന്ന യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി സാധനങ്ങളും കൊണ്ട് 60 ഇരട്ടി ലാഭവും കൊയ്തുകൊണ്ടാണ് വാസ്കോഡഗാമ തിരിച്ച് പോർച്ചുഗലിലേക്ക് പോയത് അല്ലേ? നോക്കിക്കേ, അപ്പോൾ എന്തുമാത്രം ലാഭമാണ് അവരുണ്ടാക്കിയത്. യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി എന്ന് പറയുമ്പോൾ എന്തോരം ചരക്കുകളാണ് കൊണ്ടുപോയത് എന്ന് ഓർത്തു നോക്കിക്കേ. അങ്ങനെ നോക്കിക്കേ, കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായിട്ട് ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യവിഭവങ്ങളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന ചില വിഭവങ്ങളാണ്, മറ്റ് ദേശങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറച്ച് വിഭവങ്ങളാണ്. ഇതൊന്നും നമ്മുടെ സാധനങ്ങളല്ല, പല ദേശങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. പേരയ്ക്കയെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, പേരയ്ക്കയെക്കുറിച്ച് കുറച്ച് പോയിന്റുകൾ കൊടുത്തിരിക്കുന്നത്. പേരയ്ക്കയുടെ ജന്മദേശം പഠിച്ചോണം കേട്ടോ, മെക്സിക്കോയാണ്. ഇങ്ങനെ നമ്മൾ ബോക്സുകളിലൊക്കെ തരുന്നത് വിട്ടുപോകും, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പഠിച്ചുകൊള്ളുക. പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോയാണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് പേരയ്ക്ക അറിയപ്പെടുന്നത്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നു. പോർച്ചുഗീസുകാരാണ് ഇത് ഇന്ത്യയിൽ എത്തിച്ചത്. പോർച്ചുഗീസുകാർ എത്തിച്ച സാധനങ്ങളാണ്. മിക്ക സാധനങ്ങളും നമ്മുടെ പോർച്ചുഗീസുകാരല്ലേ. നമുക്ക് ചവിട്ട് നാടകം എന്ന് പറയുന്ന കലാരൂപം ഉണ്ടായത്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ പോർച്ചുഗീസുകാർ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വിറ്റാമിൻ എ, ബി, സി തുടങ്ങിയവയൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഒരു പഴമാണല്ലേ, വിറ്റാമിൻ എ, ബി, സി ഒക്കെ ഉണ്ട്.
അതുപോലെ ഇവിടെ മരച്ചീനിയുടെ പടം കാണിച്ചിട്ടുണ്ട്. മരച്ചീനി എന്ന് പറയുമ്പോൾ അതിൻ്റെ ജന്മദേശം എവിടെയാണ്? ബ്രസീലിലാണ് മരച്ചീനിയുടെ ജന്മദേശം വരുന്നത്. അതുപോലെ തന്നെ പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം തന്നെ എന്താണ്? മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ സാധനങ്ങളാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അസമത്വങ്ങളാണ്. നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടായി, എന്നാൽ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. അപ്പോൾ ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ എന്ത് ചെയ്തു? മിശ്രഭോജനം നടത്തി. ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മൾ പഠിക്കുന്നത്. എവിടെയാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയത്? എറണാകുളം ജില്ലയിലെ ചെറായിയിൽ. ദേ ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പഠിച്ചുകൊള്ളുക. 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. അപ്പോൾ എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരെയും കൂടെ ഒന്നിച്ചു വിളിച്ചിരുത്തി എന്ത് ചെയ്തു? ഭക്ഷണം കൊടുത്തു, ഭക്ഷണം കഴിച്ചു. ഇതാണ് മിശ്രഭോജനം എന്ന് അറിയപ്പെടുന്നത്. അപ്പം മിശ്രഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. എന്നാണ്? 1917 മെയ് 29 എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ചെറായിയിൽ. എഴുതി എടുത്തുകൊള്ളുക. അങ്ങനെ മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതുകൊണ്ട് തന്നെ ശക്തമായ എതിർപ്പുകളൊക്കെ സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടതായിട്ട് വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത് എന്നും പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് പഠിച്ചുകൊള്ളുക. ഇനി ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാകുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം എന്ന് പറയുന്നത്. ബംഗാളിലെ ഭക്ഷ്യക്ഷാമ പ്രദേശത്തെ ജനങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു ദൃശ്യമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അല്ലേ? എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചേ. 1943 ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായത്. ഇത് വർഷമാണ് 1943 ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായത് എന്ന് അറിഞ്ഞിരിക്കുക. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേരാണ് പട്ടിണി മൂലം മരണപ്പെട്ടത്. നോക്കിക്കേ, ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമത്തിൽ 30 ലക്ഷം പേരാണ് പട്ടിണി മൂലം മരണപ്പെട്ടത് എന്ന് അവിടെ പറയുന്നുണ്ട്. ഇനി ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു വരുന്നു. ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ പഠിച്ച ആദ്യ പോയിൻ്റാണ് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭക്ഷ്യദിനം ആചരിക്കുന്നത്? ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒക്ടോബർ 16 ഭക്ഷ്യദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് രൂപം കൊടുത്തിട്ടുള്ള ഒരു പ്രധാന പദ്ധതിയാണ്. ഇനി ഇവിടെ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് എന്നും പറയുന്നു. അപ്പോൾ പഠിച്ചുകൊള്ളുക. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം ഏത് വർഷമാണ്? 2013 എന്ന് അറിഞ്ഞിരിക്കുക. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണല്ലോ ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്ക് ഉണ്ട്. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താനായിട്ട് സാധിക്കുന്നു. ഇത് ഞാൻ വായിച്ചത് വെറുതെ അല്ല. നിങ്ങൾ നല്ല പോലെ ഭക്ഷണം കഴിച്ച് എനർജറ്റിക് ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് രോഗങ്ങളൊന്നും ഇല്ലാതെ നല്ല
പോലെ ഇരിക്കാനായിട്ട് പറ്റും. നല്ല ഭക്ഷണം കഴിച്ചാലേ നമ്മുടെ ബുദ്ധി വികസിക്കത്തുള്ളൂ, നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടും കഴിയത്തുള്ളൂ എക്സാമിന്. അപ്പം നല്ലപോലെ നമ്മുടെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫിസിക്കലി മാത്രമല്ല നമ്മൾ മെൻ്റലിയും വീക്കായിട്ട് പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും നല്ലപോലെ ഫുഡൊക്കെ കഴിക്കണമെന്ന് പറയുകയാണ്, അല്ലെങ്കിൽ പല അസുഖങ്ങൾക്കും അത് കാരണമാകും. ഇനി ഇവിടെ 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അല്ലെങ്കിൽ മില്ലറ്റ് വർഷമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. പുല്ലുവർഗത്തിൽപ്പെടുന്ന ചെറുധാന്യങ്ങളാണ്. ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്? പാടങ്ങൾ കാണിച്ചേക്കുന്ന നോക്കിക്കേ. റാഗി, മണിച്ചോളം, ബാർലി, വരക്, ബജ്ര, തിന തുടങ്ങിയവയൊക്കെ ചെറുധാന്യങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഈ ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക, ഇതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഭക്ഷണവും മനുഷ്യരും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം നല്ല കുറേ പോയിൻറ്റുകൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാവുന്നതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. തൊഴിൽ വൈവിധ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സ്ട്രെച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒറ്റ ക്ലാസ്സായിട്ട് ഈ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് തുടർന്ന് ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങളിത് ഒറ്റ സ്ട്രെച്ചിൽ കാണണം എന്നില്ല. നിങ്ങൾ ക്ലാസ്സുകൾ ഓരോ ചാപ്റ്ററായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ടൈം കിട്ടുമ്പോഴത്തേനും കണ്ട് തീർത്താൽ മതിയാകും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്റർ ഏതാണ്? തൊഴിൽ വൈവിധ്യങ്ങളാണ്. അപ്പോൾ അതിലാദ്യം തന്നെ പറയുന്നത് എന്താണ് വരുമാനം എന്നത് പറയുന്നുണ്ട്. എന്താണ് വരുമാനം എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു, അല്ലേ? നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായിട്ട് പണം ലഭിക്കുന്നു. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തേക്ക് നോക്കിക്കേ, എന്താണ് വരുമാനം? ഇതൊക്കെ ചോദിക്കും. നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയുന്ന ഓരോ പോയിൻ്റ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? പല സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴത്തേനും ഒരു വ്യക്തിക്ക് അതിൽ നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണത്തെയാണ് വരുമാനം എന്ന് പറയുന്നത്. ഇങ്ങനെ പണം പ്രതിഫലമായി ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കവിതയെക്കുറിച്ച് പറയുന്നുണ്ട്. കണ്ടല്ലോ, പഠിപ്പ് തീർന്നാൽ എന്ന് പറയുന്ന ഒരു കവിതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ചോദ്യവും ഉത്തരവുമായിട്ടുള്ള പഠിപ്പ് തീർന്നാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ഒരു കവിതയാണ്. ഇത് എഴുതിയതാരാണ്? നമുക്കതാണ് പഠിക്കേണ്ടത്. കവിത ഒന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളുക കേട്ടോ. ഒരു ചോദ്യമാണ്. പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ടു കഴിഞ്ഞെന്നാൽ പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകും നീ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമൻ കൃഷിക്ക് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമൻ ഇവിടെ പണം മുടക്കി കോടിക്കണക്കിന് കച്ചവടത്തിന് പോകുമെന്ന് പറയുന്നു. അങ്ങനെ മൂന്നാമൻ എന്ത് പറയുന്നു, നാലാമൻ എന്ത് പറയുന്നു എന്നൊക്കെയാണ് ഈ ഒരു കവിതയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. പഠിപ്പ് തീർന്നാൽ എന്ന് പറയുന്ന കവിത എഴുതിയത് ആരാണ്? NV കൃഷ്ണവാര്യരാണ്. NV കൃഷ്ണവാര്യരാണ് എന്ന്. അതാണ് നമുക്ക് അറിയാനായിട്ടുള്ള കാര്യങ്ങൾ. അത് ഒന്നാമൻ എന്ത് ചെയ്തു, രണ്ടാമൻ എന്ത് ചെയ്തു എന്നും നമ്മുടെ BScക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ വരുമാനം എന്തെന്ന് പഠിച്ചു. വരുമാനത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി എന്ത് ചെയ്യും? കായികമായിട്ടോ ബൗദ്ധികമായിട്ടോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ എന്ന് പറയുന്നത്. വരുമാനത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് ഒന്നെങ്കിൽ കായികമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബൗദ്ധികമായിട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. ഒന്നെങ്കിൽ കൂലി ലഭിക്കുന്നു, അല്ലെങ്കിൽ ശമ്പളം ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ തൊഴിൽ എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. വരുമാനത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി കായികമായിട്ടോ ബൗദ്ധികമായിട്ടോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് തൊഴിൽ എന്ന് പറയുന്നത്.
കൂലിയും ശമ്പളവും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം കൂലി എന്ന് പറയുമ്പോൾ എന്താണ്? കൂലി എന്ന് പറയുമ്പോഴത്തേനും ദിവസ വേതനമാണ് അല്ലേ? ഒന്നെങ്കിൽ മണിക്കൂറുകൾക്ക് കൂലി കൊടുക്കും, അല്ലെങ്കിൽ ദിവസത്തിന് കൊടുക്കുന്ന പ്രതിഫലമാണ് കൂലി. എന്തെങ്കിലും കരാർ പ്രകാരം സേവനങ്ങളൊക്കെ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. ഈ കൂലി കൊടുക്കുന്നത് കണ്ടോ, ഒന്നെങ്കിൽ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂലി കൊടുക്കുന്നത്. എന്നാൽ ശമ്പളം എന്ന് പറഞ്ഞാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ കൊടുക്കുന്ന പ്രതിഫലത്തെയാണ് ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് അറിയാവുന്ന കാര്യമാണ് കൂലി എന്താണ്, ശമ്പളം എന്താണെന്നുള്ളത്. ഒന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, ഒന്നും സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾ പഠിക്കുന്നത് 10th ലെവൽ എക്സാമുകൾക്കാണ്. SCRT അരച്ച് കലക്കി കുടിച്ചിട്ട് പോകണം. പ്രത്യേകിച്ച് നിങ്ങൾ LGS പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും വിട്ട് കളയരുത്. എല്ലാ പോയിൻറ്റും നല്ല പോലെ പഠിക്കുക. ഈ ഒരു ക്ലാസ് ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു 5ഓ 6ഓ ചോദ്യം കിട്ടിയിരിക്കും. ഞാൻ പറയുകയാണ്, നിങ്ങൾ നല്ല പോലെ എന്ത് ചെയ്യുക, പഠിച്ചു കൊള്ളുക. ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. എന്താണ് വരുമാന സ്രോതസ്സുകളെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർ പലതരത്തിലാണല്ലേ വരുമാനം നേടുന്നത് അല്ലേ? എല്ലാവരും ഒരേ ജോലിയാണോ ചെയ്യുന്നത്? പലതരത്തിലുള്ള വരുമാനങ്ങൾ നേടുന്നുണ്ട്. കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുണ്ട്, ചിലർക്ക് ബാങ്ക് നിക്ഷേപങ്ങളിലൂടെ വരുമാനം കിട്ടുന്നുണ്ട്. ബാങ്കിൽ കൊണ്ടുവന്ന് പൈസ നിക്ഷേപിച്ചിട്ടിട്ട് അതിനകത്തൂടെ പലിശയൊക്കെ കിട്ടി അങ്ങനെ വരുമാനം കിട്ടുന്നുണ്ട്. ഇനി അല്ല, അവരുടെ എന്തെങ്കിലും ആസ്തികളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അങ്ങനെ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനം അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവകകളെ നമുക്ക് വരുമാന സ്രോതസ്സുകൾ, വരുമാനം കിട്ടുന്ന സാധനത്തെ വരുമാന സ്രോതസ്സ് എന്ന് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, പലർക്കും വരുമാനം കിട്ടുന്ന പല മാർഗങ്ങളിലൂടെയാണ്. കൃഷി പറഞ്ഞു, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ പറഞ്ഞു, അസറ്റുകൾ അല്ലേ? എന്താണ് ആസ്തികൾ എന്നിവിടെ പറയുന്നുണ്ട്. വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളെയാണ് ആസ്തികൾ എന്ന് പറയുന്നത്. വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ. ആസ്തികൾ ചിലപ്പം കെട്ടിടങ്ങളാകാം അല്ലേ? കെട്ടിടങ്ങളാകാം, എന്തെങ്കിലും വസ്തുവകകളാകാം. ഇങ്ങനെയുള്ളവയാണ് ആസ്തികൾ അല്ലേ? നമുക്ക് ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കെട്ടിടങ്ങളോ വസ്തുവകകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ ആസ്തികളിലൂടെ വരുമാനം ലഭിക്കും. അപ്പോൾ എന്താണ് ആസ്തികളെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇനിതേ ഇവിടെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്താണെന്ന് ഈ ചാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സ്കിപ്പ് ചെയ്ത് കളയാതെ പഠിച്ചുകൊള്ളുക. അപ്പം നോക്കിക്കേ, കൃഷിയിൽ നിന്ന് എന്താ വരുമാനം ലഭിക്കുന്നത്? കൃഷിയിൽ നിന്നും എന്താ വരുമാനം ലഭിക്കുന്നത് നോക്കിക്കേ. കൃഷിയിൽ നിന്ന് വിളയാണ് അല്ലേ? കൃഷി ചെയ്തു കിട്ടുന്ന വിളവെടുപ്പിലൂടെ വിള കിട്ടുന്നു. ആ വിളയാണ് നമുക്ക് വരുമാനമായിട്ട് മാറുന്നത്. തൊഴിൽ ചെയ്യുമ്പോൾ എന്താ? ഒന്നെങ്കിൽ കൂലി കിട്ടും, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, അല്ലെങ്കിൽ എന്താണ്? ശമ്പളം. കൂലി അല്ലെങ്കിൽ ശമ്പളമാണ്. ബിസിനസ്സിൻ്റെ വരുമാനം എന്താ? ഒരാൾ ബിസിനസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്? ലാഭം. ഈ വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഇത്ര രൂപ ലാഭം ഉണ്ടായി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമാണ് അവരുടെ വരുമാനം എന്ന് പറയുന്നത്. പിന്നെ ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറയുമ്പോൾ ബിസിനസ്സിൽ നിന്നും ലാഭമാണ് വരുമാനം എന്നറിയുക. ബാങ്ക് നിക്ഷേപങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു പലിശയാണ്. ബാങ്ക് നിക്ഷേപങ്ങളിലൂടെ കിട്ടുന്ന പലിശയാണ് വരുമാനം. ആസ്തികളിലൂടെ എന്താ കിട്ടുന്നത്? ഇപ്പോൾ കെട്ടിടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് കൊടുക്കാം? വാടകയ്ക്ക് കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ ആസ്തികൾ പഠിച്ചപ്പോൾ കെട്ടിടങ്ങളും വസ്തുവകകളും ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കെട്ടിടങ്ങൾ സ്വന്തമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം. അങ്ങനെ അതിലൂടെ എന്ത് ചെയ്യും? വാടക കിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമിയാണെങ്കിൽ പാട്ടത്തിന് കൊടുക്കാം. അപ്പോൾ ആസ്തികളുടെ വരുമാനം എന്ന് പറയുന്നത് വാടകയും പാട്ടവുമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഓഹരി നിക്ഷേപങ്ങളിലൂടെ ലാഭവിഹിതമാണ് ഓഹരി നിക്ഷേപങ്ങളിലൂടെ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ വരുമാന സ്രോതസ്സുകളും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ എന്താണ് വ്യക്തിഗത വരുമാനം, എന്താണ് കുടുംബ വരുമാനം എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും എന്താണെന്ന് നമുക്ക് പഠിക്കാം. വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും എന്താണെന്ന് നോക്കാം. വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാം അല്ലേ? ഒരാൾക്കൊരു സ്രോതസ്സിൽ നിന്ന് മാത്രമേ വരുമാനം നേടാൻ പറ്റൂന്നില്ലല്ലോ. പല കാര്യങ്ങളിലൂടെ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. ഈ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷിയുടെ അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും
വരുമാനമായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ കൃഷി ചെയ്യുന്ന ആൾക്ക് തന്നെ എന്തൊക്കെ വരുമാനം, കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് വേണമെങ്കിൽ പലിശ എടുക്കാം, കൃഷിയിൽ നിന്ന് കിട്ടുന്ന വിളയുണ്ട്, എന്തെങ്കിലും ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭമുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിൽ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് പല പല സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെയാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. ഇനി എന്താണ് കുടുംബ വരുമാനം എന്ന് പറയുമ്പം ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന വരുമാനമാണ് കുടുംബ വരുമാനം. ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തിക്ക് കിട്ടുന്നത് വ്യക്തിഗത വരുമാനം, കുടുംബത്തിലെ എല്ലാ ആൾക്കാർക്കും കൂടെ കിട്ടുന്നത് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ തുക എടുക്കുകയാണെങ്കിൽ അത് കുടുംബ വരുമാനമായിട്ട് മാറുമെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ തൊഴിലുകൾ വിവിധ തരം എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്ന ആൾക്കാരെ കാണിക്കുന്നുണ്ട്. കൃഷി ചെയ്യുന്നവർ, വക്കീലന്മാർ, ടീച്ചർമാർ, കന്നുകാലി വളർത്തലുള്ളവർ, ഡോക്ടർമാർ, അങ്ങനെ പല ഡ്രൈവർ, പല ജോലികളിലുള്ള ആൾക്കാരെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളെക്കുറിച്ച് പറയുന്നത് നോക്കിക്കേ. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി, ഇതൊക്കെ കാർഷിക തൊഴിലുകളിൽ വരുന്നതാണ്. പഠിച്ചോളൂ കേട്ടോ. കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി, അതുപോലെ തന്നെ സസ്യങ്ങളുടെ പരിപാലനം, ഇങ്ങനെ കൃഷി ചെയ്യുന്നതൊക്കെ കാർഷിക തൊഴിലുകളാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇവിടെ എക്കണോമിക് റിവ്യൂ 2022-23 ഒരു റിപ്പോർട്ട് തരുന്നുണ്ട്. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 22-23 കണക്കാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സൊക്കെ കുറച്ച് ബാക്കിലോട്ട് ചോദിക്കുന്നുണ്ട്. 22-23 കണക്ക് പ്രകാരം ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ എത്ര ശതമാനം പേരാണ് കാർഷിക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്? 46.5%. അപ്പോൾ ഇനി എന്താണ് കാർഷികേതര തൊഴിലുകൾ? കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത തൊഴിലുകളെയെല്ലാം നമുക്ക് കാർഷികേതര തൊഴിലുകളായിട്ട് പറയാനായിട്ടും പറ്റും. അപ്പോൾ വസ്ത്രനിർമ്മാണം എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഇങ്ങനെയുള്ള ജോലികളെല്ലാം തന്നെ കാർഷികേതര, കൃഷിയല്ലാത്ത എല്ലാ തൊഴിലുകളെയും എന്തെന്ന് പറയാം? കാർഷികേതര തൊഴിലുകൾ എന്ന് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ചാർട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കാർഷിക കാർഷികേതര തൊഴിലുകൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. ഇനി നോക്കിക്കേ, സ്വയം തൊഴിലുകളാണ് നോക്കാനായിട്ട് പോകുന്നത്. സ്വയം തൊഴിലുകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കുറിപ്പ് തന്നിട്ടുണ്ടൊരു സ്വയം തൊഴിലിനെ കുറിച്ചിട്ടുള്ളൊരു കുറിപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്? ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. സ്വയം തൊഴിൽ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടൊരു വരുമാനം, ആരുടെയെങ്കിലും കീഴിൽ പ്രവർത്തിക്കുകയല്ല, സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തുകയാണല്ലേ. തൻ്റെ സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരേ സമയം എന്താണ്, ഒരു തൊഴിലുടമയായിട്ടും അതുപോലെ ഒരു മുതലാളിയായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കേണ്ടി വരുന്നു. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. നിങ്ങളുടെ പ്രദേശത്ത് വ്യക്തികൾ ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ നടത്തുന്ന പലചരക്ക് കടകൾ, തുന്നൽ കടകൾ, പലഹാര കടകളൊക്കെ കാണുന്നില്ലേ? സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? ഒരാളുടെ കീഴിലല്ല സ്വന്തമായിട്ട് കട നടത്തുന്നത്, സ്വന്തമായിട്ട് തയ്യൽ കടയിടുന്നവർ, അച്ചാർ ബിസിനസ് ചെയ്യുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരില്ലേ, വീട്ടിലെ കടയിടുന്നവരൊക്കെ, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നവർ. അവരെ നിയന്ത്രിക്കാൻ ആരുമില്ല, അവർ തന്നെ മുതലാളിയും തൊഴിലാളിയും എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള തൊഴിലുകളാണ് സ്വയം തൊഴിലുകൾ. നമുക്കറിയേണ്ടത് ഇവിടെ കുറച്ച് സ്വയം തൊഴിൽ പദ്ധതികളും അതിൻ്റെ ഗുണഭോക്താക്കളും തന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചുകൊള്ളുക. സ്വയം തൊഴിൽ പദ്ധതികൾ. നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഈ ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടാകും. നമ്മുടെ പോൾ എക്സാമിനും ഇതിന് ക്വസ്റ്റ്യൻ ഇട്ട് തരാം. നിങ്ങൾ മെയിൻ എക്സാമിനും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ പഠിച്ചുകൊള്ളുക. ഇപ്പം തന്നെ നമ്മുടെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പഠിച്ചുകൊള്ളുക. അപ്പം നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. കൈവല്യ ഭിന്നശേഷിക്കാരാണ്. ശരണ്യ പദ്ധതി, പേര് കേൾക്കുമ്പോൾ തന്നെ ഇതൊക്കെ കിട്ടുന്നില്ലേ, വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ പദ്ധതികൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചിരിക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള 3 പദ്ധതികളും അതിൻ്റെ ഗുണഭോക്താക്കളുമാണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പം
ഇനി ഇവിടെ കുറച്ച് സ്വയം തൊഴിലിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ 2 പേര് എങ്ങനെയൊക്കെ ഇത്ര രൂപയുടെ കച്ചവടം നടത്തുന്നു, സ്വയം തൊഴിലിലൂടെ എന്തോരം വരുമാനം ഉണ്ടാക്കുന്നു എന്നതിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് വായിച്ച് വെച്ചിരുന്നാൽ മതി, നമുക്കതൊന്നും വേണ്ട കാര്യമില്ല. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വസ്ത്രത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ടും പോകുന്നത്. നോക്കിക്കേ, കുറേ ജീവികളെയൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലേ. അവർക്ക് തണുപ്പും ചൂടും ഒക്കെ എങ്ങനെ അതിജീവിക്കുന്നത്, അവരുടെ ശരീരത്തിലെ പലതരം ഘടനകളാണ് എന്നൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിലേക്ക് വന്നത് എങ്ങനെയാണ്. പണ്ട് കാലത്ത് ഈ വസ്ത്രമൊക്കെ ഉണ്ടായിരുന്നോ? ഇന്ന് ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ രൂപകൽപ്പനയിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്ന് നോക്കാം. അപ്പോൾ പണ്ട് കാലത്ത് കണ്ടോ, വേട്ടയാടിയൊക്കെ മനുഷ്യർ ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു അവർ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്. പുല്ല്, ഇലകൾ, മരത്തോലിനെയാണ് മരവുരി എന്ന് പറയുന്നത്. മരവുരി, മൃഗങ്ങളുടെ തോലൊക്കെ ഉപയോഗിച്ചിട്ടാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ പടം കണ്ടോ, പണ്ട് കാലത്തെ മനുഷ്യരുടെ വസ്ത്രധാരണ രീതികളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വസ്ത്രങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരുന്നത്. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികകളാക്കി വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാക്കി. കണ്ടോ, സൂചികളൊക്കെ എടുത്തത് എങ്ങനെ, ഇവിടെ കൽസൂചിയെ കാണിച്ചിട്ടുണ്ട്. കൽസൂചി എന്ന് പറയുമ്പോൾ മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചി സഹായിച്ചു. അതുപോലെ മൃഗങ്ങളുടെ കൊമ്പൊക്കെയാണ് സൂചിയായിട്ട് എടുത്തിരുന്നത് അല്ലേ. അന്നൊക്കെ അതേ ഉള്ളായിരുന്നു, വേറെ വഴിയില്ല. മൃഗങ്ങളുടെ തോല്, രോമം എന്നിവ വൃത്തിയാക്കി മയപ്പെടുത്തിയിട്ടാണ് വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആദിമ മനുഷ്യരുടെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനിയാണ് നെയ്ത്ത് വിദ്യയിലേക്ക് വരികയാണ്. ആദ്യമായിട്ട് ചുറ്റുപാടുകളിൽ ശേഖരിച്ച നാരുകളാണ് ആദ്യകാലത്ത് വസ്ത്രനിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. നാരുകൾ കൂട്ടിച്ചേർത്ത് പേച്ച് നീളമുള്ള നൂലുകളാക്കി. ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പം നെയ്ത്ത് വിദ്യയിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. പരുത്തി ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായിട്ടും കരുതുന്നു. അങ്ങനെ സിന്ധു നദീതട സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ അവർ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളൊക്കെ അവരുടെ പ്രതിമകളിൽ നിന്നും മറ്റും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു. ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂലുപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂലുകൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി. അപ്പം നൂലുകൊണ്ട് നിർമ്മിക്കുന്നതിനെയാണ് നെയ്ത്ത് വിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യകാലത്തൊക്കെ ചണത്തിൽ നിന്ന് നിർമ്മിച്ച നൂലുപയോഗിച്ച് കൈകൾ കൊണ്ടിട്ടാണ് തുണി നിർമ്മിച്ചിരുന്നത്. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. പിന്നീട് മരത്തറികൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു. ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു. നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളെയാണ് കൈത്തറി തുണികളെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യകാലത്തൊക്കെ കൈകൾ കൊണ്ട് നിർമ്മിച്ചിരുന്നു, പിന്നീട് നെയ്ത്ത് ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കി. നീലമാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി. കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യകാല നൂൽക്കുന്ന യന്ത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, പിന്നെ കൈത്തറി തുണികൾ നെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഏത്? പരുത്തി നൂല് അല്ലേ. പരുത്തി ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. പരുത്തിച്ചെടിയിൽ നിന്നും ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയിട്ടാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം തൊട്ട് തന്നെ ഈ പരുത്തിച്ചെടി ഉപയോഗിച്ച് വരുന്നു. പരുത്തിച്ചെടിയിൽ നിന്നും കിട്ടുന്ന പഞ്ഞി നൂലാക്കിയിട്ടാണ് വസ്ത്രത്തിന് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ജൂട്ടുണ്ട് അല്ലേ, ചണച്ചെടിയിൽ നിന്ന്
ആണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ ഗംഗാതീരത്താണ്. അപ്പോൾ ലോകത്തെ ഭൂരിഭാഗം ചണം കൃഷിയും ചെയ്യുന്നത് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലാണ്. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായിട്ട് ചണം കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ചണം ചെടി വസ്ത്രനിർമ്മാണ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ്. അതുപോലെ നീലം ചെടി, നീലം ഇൻഡിഗോ, നീലം ചെടി ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആദ്യകാലത്തൊക്കെ നിറങ്ങൾ നൽകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ചെടിയാണ് നീലം ചെടി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ നീലം കലാപമൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്നൊന്ന് നോക്കിക്കേ. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കുത്താംപുള്ളി എന്നിവ പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങളാണ് എന്ന് അറിഞ്ഞിരിക്കുക. പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശാസ്ത്ര പുരോഗതി വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. അപ്പോൾ പുതിയ യന്ത്രങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒന്ന് സ്പിന്നിങ് ജെന്നിയാണ്. സ്പിന്നിങ് ജെന്നി എന്ന് പറയുമ്പോൾ ആരാണ് ഈ സ്പിന്നിങ് ജെന്നി കണ്ടെത്തിയത്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടെത്തിയത് എന്ന് അറിഞ്ഞിരിക്കുക. ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൾ കൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. കൈയും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അന്നത്തെ കാലത്ത് വസ്ത്ര വ്യവസായത്തിന് അത് തികഞ്ഞില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു? ചില ഉപകരണങ്ങൾ കണ്ടെത്തി. അത്തരത്തിലുള്ള ഉപകരണമാണ് സ്പിന്നിങ് ജെന്നി. ആരാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂലുൽപാദനം വേഗത്തിലാക്കി. ജനസംഖ്യയിലെ വർധനവ് വീണ്ടും വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. ആളുകൾ കൂടിയപ്പോഴത്തേക്കും വീണ്ടും വസ്ത്രങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചു. അപ്പോൾ യന്ത്രങ്ങളൊന്നും തികയാതെ വന്നു. അങ്ങനെ കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. യന്ത്രത്തറി ആരാണ് കണ്ടുപിടിച്ചത്? എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിൻ്റെയോ സഹായത്തിലൂടെയാണ് യന്ത്രത്തറി പ്രവർത്തിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ എന്താണ് കൈത്തറി ആയിട്ടുള്ള സ്പിന്നിങ് ജെന്നിയാണ് കണ്ടത്, നൂലുൽപ്പാദിപ്പിക്കുന്നതാണ് കണ്ടത്. ഇവിടെ എന്താണ് വൈദ്യുതിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഊർജ്ജ സ്രോതസ്സ് കറണ്ടിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ യന്ത്രത്തറി പ്രവർത്തിക്കുന്നത്. കൈത്തറിയേക്കാൾ വേഗത്തിൽ തുണി ഉൽപ്പാദിപ്പിക്കാനായിട്ട് യന്ത്രത്തറിക്ക് കഴിയുക. അങ്ങനെ ഓരോരോ ഉപകരണങ്ങൾ കണ്ടുപിടിച്ച് വരികയാണ് എന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെയാണ് നമ്മൾ ഓരോ ആവശ്യകതകൾ വർദ്ധിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വരികയാണ്. ഇനി യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. അങ്ങനെ അവർ ഇന്ത്യയിലേക്ക് എത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കൊണ്ടുപോയി യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിൽ എത്തിച്ച് വിറ്റഴിച്ചു. നോക്കിക്കേ, എന്ത് സുഖമല്ലേ. ഇവിടുന്ന് അസംസ്കൃത വസ്തുക്കളൊക്കെ കൊണ്ടുപോയിട്ട് യൂറോപ്യന്മാർ അവിടെ പോയിട്ട് അവർക്ക് യന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് തുണിയൊക്കെ ഉണ്ടാക്കി തിരിച്ച് ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന് വിറ്റു. എന്തോ വേണമല്ലേ. ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ഈ വൻകരയിലുള്ള ജനത തന്നെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിലുള്ള ആൾക്കാരെ യൂറോപ്യർ എന്ന് വിളിക്കും. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണ് പോർച്ചുഗീസുകാരെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് വന്നവരാ, പോർച്ചുഗലിൽ നിന്ന് വന്നവർ. അതുപോലെ ഡച്ചുകാർ എന്ന് പറയുമ്പോൾ നെതർലാൻഡ്സിലുള്ളവരെയാണ് ഡച്ചുകാർ. ഇംഗ്ലീഷുകാരെന്ന് പറയുമ്പം ഇംഗ്ലണ്ടിലുള്ളവർ, ഫ്രാൻസിലുള്ളവർ ഫ്രഞ്ചുകാർ. ഇവരൊക്കെ യൂറോപ്യന്മാരാണ്. യൂറോപ്യന്മാരുടെ വരവും ആഗമനവും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയല്ലേ. ഇവരെല്ലാം യൂറോപ്യന്മാരാണ്. ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. അതിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചവരാരാണ്? ഇംഗ്ലീഷുകാരാണല്ലേ. ഇംഗ്ലീഷുകാരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത്. ഇംഗ്ലീഷുകാരല്ലേ. നമ്മൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം കോളനിയാക്കി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ് ഈ യൂറോപ്യന്മാരിൽ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങളൊക്കെ ഉപയോഗിച്ച കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഭൂരിഭാഗം വസ്ത്രങ്ങളിലും ഇങ്ങനത്തെ ചായങ്ങൾ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേനും അവിടെ എന്ത് ചെയ്തു, പല മാറ്റങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഉള്ള മാറ്റങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വസ്ത്ര ഉൽപ്പാദനം വർദ്ധിച്ചു. വസ്ത്ര ഉൽപ്പാദനത്തിൽ വർധനവുണ്ടായി. മനുഷ്യന്മാരുടെ അധ്വാന ഭാരത്തിൽ കുറവുണ്ടായല്ലേ. നേരത്തെ കൈ കൊണ്ടൊക്കെ നിർമ്മിക്കുമ്പോൾ എന്തോരം പാടായിരുന്നു.
യന്ത്രങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ അതൊക്കെ മാറി. വസ്ത്രങ്ങളിൽ വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, വസ്ത്രങ്ങൾ വ്യാപിക്കാനായിട്ട് തുടങ്ങി. ഇതൊക്കെ പ്രത്യേകതകളാണ് എന്ന് അറിഞ്ഞിരിക്കുക. വസ്ത്രനിർമ്മാണത്തിന് കൃത്രിമ നാരുകളും പ്രകൃതിദത്ത നാരുകളും ഉപയോഗിക്കുന്നു. കൃത്രിമ നാരുകളും പ്രകൃതിദത്ത നാരുകളും വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും കിട്ടുന്നവരെയാണ് പ്രകൃതിദത്ത നാരുകൾ എന്ന് പറയുന്നത്. കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുമുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് നയിച്ചു. പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയവയാണ് കൃത്രിമ നാരുകൾക്ക് ഉദാഹരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത നാരുകളും അതുപോലെ കൃത്രിമ നാരുകളും. പ്രകൃതിദത്ത നാരുകൾ എന്ന് പറയുമ്പോൾ തന്നെ ജന്തുക്കളിൽ നിന്നും കിട്ടും, സസ്യങ്ങളിൽ നിന്നും കിട്ടും. ജന്തുക്കളിൽ നിന്ന് കിട്ടുന്നതിന് ഉദാഹരണമാണ് ചെമ്മരിയാട്ടിൽ നിന്ന് കമ്പിളി നാരും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരും നിർമ്മിക്കുന്നത് ജന്തുക്കളിൽ നിന്ന് കിട്ടുന്നതിന് ഉദാഹരണമാണ്. ചെമ്മരിയാട്ടിൽ നിന്ന് കമ്പിളി നാരും പട്ടുനൂൽ പുഴുവിൻ്റെ കയ്യിൽ നിന്നും പട്ടിൻ്റെ നാരും ഒക്കെ കിട്ടുന്നുണ്ട്. സസ്യങ്ങളിൽ നിന്നാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, പരുത്തി, ചണം, ചെടികളിൽ നിന്ന് പരുത്തി നാരും ചണനാരുമൊക്കെ കിട്ടുന്നത്. കൃത്രിമ നാരുകൾ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കിക്കേ. പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് ഈ കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാര് ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ്, പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന് പറയുന്ന മേന്മയും ഇതിനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതല്ലേ, നമുക്കറിയാം പോളിസ്റ്റർ, കോട്ടൺ തുണികളെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പരുത്തി വെച്ച് ഉപയോഗിച്ച തുണികളാണ്. നമ്മൾ കടയിലൊക്കെ പോയിട്ട് സാധാരണ പറയുന്നില്ലേ കോട്ടൺ. അതുപോലെ പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? കൃത്രിമ നാരുകൾ കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള തുണികളാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പം എന്താണ് കൃത്രിമ നാരുകളും അതുപോലെ പ്രകൃതിദത്ത നാരുകളും എന്ന് അറിഞ്ഞിരിക്കുക. ഇനി വസ്ത്രങ്ങളുടെ വൈവിധ്യം എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. പലതരത്തിലുള്ള വൈവിധ്യങ്ങളെക്കുറിച്ച് കാണിക്കുന്നുണ്ട്, കുറേ പിക്ചേഴ്സൊക്കെ അല്ലേ. ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലും വളരെയേറെ വൈവിധ്യങ്ങളും സമാനതകളും നമുക്ക് കാണാം. കാലാവസ്ഥ, യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം എന്നിവ പരിഗണിച്ച് അനുയോജ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളിലധികവും. ഇവിടെ കലാരൂപങ്ങളിലുള്ള വസ്ത്രങ്ങളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കലാരൂപങ്ങളിൽ കാണിച്ചിരിക്കുന്ന വിവിധതരം വസ്ത്രങ്ങളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. വസ്ത്രധാരണത്തിലെ വിവേചനങ്ങൾ എന്ന് പറയുന്നത്. വസ്ത്രധാരണത്തിലെ വിവേചനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ചാന്നാർ സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാനുള്ള വിളംബരം നടത്തിയതിൻ്റെ ഒരു വിളംബരമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. ആരാണ് ഇതേ പേര് എഴുതിയിട്ടുണ്ട്. ഉത്രം തിരുനാൾ മഹാരാജാവാണ് ഈ ഒരു വിളംബരം. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ഉത്തരം തിരുനാൾ. ഏത് വർഷമാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1859 ചാന്നാർ സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാനുള്ള വിളംബരം ഉത്രം തിരുനാൾ പുറപ്പെടുവിക്കുന്നത്. ഈ ചാന്നാർ ലഹളയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. മേൽമുണ്ട സമരം എന്നും പറയുന്നതാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ്? തിരുവിതാംകൂറിലാണ് നടന്നത്. തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ് ഈ മേളിൽ കാണിച്ചിരിക്കുന്ന പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വിളംബരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയല്ലേ. വസ്ത്രങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും ചില വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് വസ്ത്രങ്ങൾ ധരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അപ്പോൾ അതിനെതിരെ സമരം നടത്തി അല്ലേ, മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്ന സമരം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ആദ്യം തിരുവിതാംകൂർ എന്താണെന്ന് നോക്കാം. തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാട്ടിൻ്റെ ഭാഗമായിട്ടുള്ള കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്നത്. അപ്പോൾ തിരുവിതാംകൂർ അന്ന് എന്തൊക്കെ പ്രദേശങ്ങൾ ചേർന്നിട്ടുള്ളതായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. തെക്കൻ കേരളത്തിൻ്റെ ഭൂരിഭാഗവും ഉണ്ടായിരുന്നു, മധ്യ കേരളത്തിൻ്റെ ചെറിയൊരു ഭാഗം, അതുപോലെ കന്യാകുമാരിയും ഉൾപ്പെടുന്ന നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജാവായിട്ടുള്ള അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയല്ലേ. അനിഴം തിരുനാൾ നമുക്ക് തിരുവിതാംകൂറിൻ്റെ ചരിത്രവും പഠിക്കാനായിട്ടുണ്ട്. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മാറി. അപ്പോൾ തിരുവിതാംകൂറിൽ നടന്ന മേൽമുണ്ട് സമരത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിനു വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെയാണ്
ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ എന്തുണ്ടായിരുന്നു, മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായിട്ട് കരുതപ്പെട്ട സ്ത്രീകൾക്കൊന്നും എന്തില്ലായിരുന്നു, മാറും മറയ്ക്കുന്നതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, ചാന്നാർ ലഹള എന്നും പറയും. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലാണിത്. ഈ ഒരു അവകാശം താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കും കൂടി വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഈ ഒരു അവകാശം അവർക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് 1859 ഉത്രം തിരുനാളായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നു. ആ വിളംബരത്തിൻ്റെ ഒരു ചിത്രമാണ് മുന്നിൽ നേരത്തെ കാണേണ്ടത് നമ്മൾ. ക്ലിയർ ആണല്ലോ? വസ്ത്രം ഒരു സമരായുധം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഗാന്ധിജി എന്ന് പറയുമ്പോൾ ഗാന്ധിജി കണ്ടോ, ചർക്കയിൽ നൂൽ നൂൽക്കുന്ന ഗാന്ധിജി അല്ലേ? വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജിയെ പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മുന്നിൽ തെളിയുന്ന ഒരു ചിത്രമാണ്. ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സ്വദേശി വസ്ത്രങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി. സ്വന്തമായിട്ട് ചർക്കയിൽ നൂൽ നൂർത്ത് വസ്ത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ചർക്കയിൽ നൂൽ നൂറ്റാണ്ടുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അദ്ദേഹം എന്താണ് ഖാദി വസ്ത്രങ്ങൾക്കാണ് എന്ത് ചെയ്തത്, പ്രാധാന്യം നൽകിയത്. അങ്ങനെ ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാനായിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത് അല്ലേ? നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനം പഠിക്കുമ്പോൾ നമുക്കറിയാം, നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ എന്താണ് പറയുന്നത്, അവിടെ വിദേശ വസ്തുക്കളെല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വദേശി വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക അല്ലേ? അപ്പോൾ അങ്ങനെ ഗാന്ധിജി എന്ത് പറഞ്ഞു, സ്വന്തമായിട്ട് ചർക്കയിൽ നൂറ്റുണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കാൻ, ഖാദി വസ്ത്രങ്ങൾ നൂറ്റുണ്ടാക്കിയിട്ട് ഉപയോഗിക്കാനാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ഇനി ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഒരു ചിത്രവും ഇവിടെ കാണിച്ചിട്ടുണ്ട്. വസ്ത്രത്തെയും വസ്ത്രധാരണത്തിനെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി. ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായിട്ട് മാറിയെന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വദേശി പ്രസ്ഥാനം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി 1905 ഓഗസ്റ്റ് 7-നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. വർഷം പഠിച്ചുകൊള്ളുക, 1905 ഓഗസ്റ്റ് 7-നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ എന്താണ്, ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക. ഇതായിരുന്നു ഈ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച് ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നു. 2015 മുതൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പഠിച്ചുകൊള്ളുക, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ എന്നാണ് 1905 ഓഗസ്റ്റ് 7-നാണ് ഈ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. എന്താണ് സ്വദേശി പ്രസ്ഥാനം? വിദേശ വസ്തുക്കൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പം ഈ ഓഗസ്റ്റ് 7 2015 തൊട്ട് എന്തായിട്ട് ആചരിക്കുന്നു? ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക. ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക. ഇനി 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഏത് വർഷമാണ്? 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടുകൂടി ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയർന്നു. ഖാദി വസ്ത്രത്തിൻ്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി എന്ന് പറയുന്നു. അപ്പോൾ 1918 ഖാദി പ്രസ്ഥാനവും അറിഞ്ഞിരിക്കുക. 1905 ഓഗസ്റ്റ് 7-ന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനവും അറിഞ്ഞിരിക്കുക. ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും.
ക്ലിയർ ആണല്ലോ. ഇനി വസ്ത്രനിർമ്മാണ രീതിയിൽ മാത്രമല്ല, രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും ദിനംപ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായ മുൻഗണനകളും താല്പര്യങ്ങളും സൗകര്യങ്ങളും ഇന്നത്തെ വസ്ത്രനിർമ്മാണ രീതിയെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സൗന്ദര്യ സങ്കല്പത്തിലെ മാറ്റങ്ങളനുസരിച്ച് പുത്തൻ വേഷവിധാനത്തിലും കൗതുകകരമായ വളർച്ചയുണ്ടായി. പരസ്യങ്ങൾ, സിനിമകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ വ്യാപകമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ വസ്ത്രങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് ഫാഷൻ ഡിസൈനിങ്, എംബ്രോയ്ഡറി തുടങ്ങിയ മേഖലകളിൽ ധാരാളം തൊഴിലവസരങ്ങൾ തുറന്നിടുന്നുണ്ട്. ഇപ്പോൾ ഈ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കാൻ പോകുന്ന ആൾക്കാരുടെയൊക്കെ എണ്ണമൊക്കെ കൂടി വരികയാണ്. ഫാഷൻ ഡിസൈനിങ് ഇന്ന് വലിയ തൊഴിൽ സാധ്യതയുള്ള ഒരു പഠന മേഖലയായിട്ട് വളർന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത വസ്ത്രവും ഫാഷൻ ഡിസൈനിങ്ങിൻ്റെയൊക്കെ പടങ്ങൾ കാണിക്കുന്നുണ്ടല്ലേ. ഇപ്പം നമുക്ക് നല്ല രീതിയിൽ നിങ്ങളൊരു സ്വയം തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലയിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഈ ക്ലാസ് കാണുന്നവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ SCRT ക്ലാസ്സിലൂടെ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിക്കോട്ടെ അല്ലേ. നിങ്ങൾ PSC പഠിക്കുന്നതിനോടൊപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാം. നമ്മൾ നേരത്തെ സ്വയം തൊഴിലിനെ കുറിച്ച് പറഞ്ഞില്ലേ, നിങ്ങളുടെ ഉള്ളിലൊരു കഴിവുണ്ടാവും, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ അത് എന്തെങ്കിലും ടീച്ചിങ് ആയിരിക്കാം, നിങ്ങൾക്ക് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും എംബ്രോയ്ഡറി വർക്കോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും വസ്ത്രങ്ങൾ തയ്ച്ചു കൊടുക്കാനായിരിക്കും, ഫുഡ് ഉണ്ടാക്കി വിൽക്കാനായിരിക്കും, ആഭരണങ്ങൾ വിൽക്കാനായിരിക്കും. ഇങ്ങനെ എന്താണ് നിങ്ങളുടെ കഴിവെന്ന് തിരിച്ചറിഞ്ഞൊരു ചെറിയ ബിസിനസ്സൊക്കെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഓക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതുപോലെ ലോകത്താകെ ടൺ കണക്കിന് വസ്ത്രങ്ങളാണ് വലിച്ചെറിയപ്പെടുന്നത്. ഇത് പരിസ്ഥിതിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ വീണ്ടും ഉപയോഗിക്കാം എന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് 5ാമത്തെ ചാപ്റ്ററാണ് വരയ്ക്കാം വായിക്കാം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇതിൽ ഭൂപടത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ദേ ഒരു കലോത്സവത്തിന് പങ്കെടുക്കാനെത്തിയ അജിയും കുടുംബവും അവരുടെ പക്കലുള്ള ലേ ഔട്ട് നോക്കുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് കളയാം, കാരണം നമുക്ക് സമയമില്ലല്ലോ. നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ എല്ലാ കണ്ടൻറ്റുകളും ഉൾപ്പെടുത്തിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ സൂര്യൻ ഉദിക്കുന്ന ദിശയാണ് കിഴക്ക് ദിശയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ വടക്ക് നോക്കി യന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കത് നോക്കാം. സൂര്യനെ അടിസ്ഥാനമാക്കി ദിശ കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നത്, നിഴൽ നോക്കി ദിശ കണ്ടെത്തുന്നതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന ദിശ ഏതാണ്? കിഴക്ക് ദിശയാണ്. സാധാരണയായിട്ട് ദിശ അറിയാൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ് വടക്ക് നോക്കി യന്ത്രം അല്ലേ. വടക്ക് നോക്കി യന്ത്രം ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്കു വടക്ക് ദിശയിൽ നിലകൊള്ളും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഈ ഒരു ചാപ്റ്ററിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല പോലെ പഠിച്ചോളുക. ഇതിൽ തെക്ക് വടക്ക് ദിശയിലാണ് കാന്തസൂചി. ഈ വടക്ക് നോക്കി യന്ത്രം ദിശ അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇതിലെ കാന്തസൂചിയുടെ ദിശ എങ്ങനെയാണ്? തെക്കു വടക്ക് ദിശയിലാണ് നിലകൊള്ളുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികരൊക്കെ പണ്ട് കാലം മുതൽ തന്നെ ഇത് ഉപയോഗിച്ചിരുന്നു. അപ്പം വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വടക്ക് നോക്കി യന്ത്രം പറയുമ്പോൾ നമ്മുടെ ശ്രീനിവാസൻ സാറിനെ ഓർമ്മ വരുന്നുണ്ടല്ലേ. അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്ക് അടുത്തിടെ ഉണ്ടാകിയ ഒരു തീരാ നഷ്ടമാണ്. അപ്പോൾ ഈ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ഓർമ്മ വന്നവരുണ്ടോ? ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഭൂപടത്തിലെ ദിശകളെക്കുറിച്ച് പറയാനായിട്ട് പോവുകയാണ്. ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. മുകൾ ഭാഗമാണ് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നത്. ചുവട് ഭാഗം തെക്ക് ദിശ, താഴ്ഭാഗം എന്താണ്? തെക്ക് ദിശയെ സൂചിപ്പിക്കും. വലതുഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടതുഭാഗം കിഴക്ക് ദിശയെയും സൂചിപ്പിക്കുന്നു. ചുമർ ഭൂപടത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുകൾ ഭാഗം വടക്ക്, താഴ്ഭാഗം തെക്ക്. അതുപോലെ വലതുഭാഗത്താണെങ്കിൽ പടിഞ്ഞാറ് ദിശയെ സൂചിപ്പിക്കും. ഇടതുഭാഗമാണെന്നുണ്ടെങ്കിൽ എവിടെയാണ്? കിഴക്ക് ദിശയെയും സൂചിപ്പിക്കും എന്നാണ് പറയുന്നത്. സാധാരണയായിട്ട് ഭൂപടങ്ങളിൽ ദിശ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ ദേ കണ്ടല്ലോ, ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോർത്ത് എന്ന് പറയുമ്പോൾ എവിടെയാണ്? വടക്ക് ഭാഗമാണ്. സൗത്താണ് തെക്ക് എന്ന് പറയുന്നത്. വെസ്റ്റ് ഭാഗം പടിഞ്ഞാറ്, ഈസ്റ്റ് കിഴക്ക്. ഇങ്ങനെയാണ് സാധാരണയായിട്ട് ഭൂപടങ്ങളിൽ എന്ത് വരുന്നത്? ദിശ വരുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് പോകാം.
ഇവിടെ ഇങ്ങനെ ഇനി വരുന്നത് നമ്മൾ ഒരു അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും തമ്മിൽ ഒരു പന്തുണ്ടാക്കിയിട്ട് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും എന്ന് നോക്കാം. നമുക്കറിയാം ഇതൊരു ഗ്ലോബാണെങ്കിൽ ഈ അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും ഒക്കെ സാങ്കല്പിക രേഖകളാണ്. ഇതിൽ നടുക്കൂടെ പോകുന്ന ഈ ഒരു രേഖയുണ്ടല്ലോ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? അക്ഷാംശ രേഖ എന്ന് പറയും. ഈ ഒരു ചുമപ്പ് കളറിൽ കാണിച്ചേക്കുന്ന രേഖ, ഞാൻ വരച്ചതല്ല കേട്ടോ, അതിൽ നേരത്തെ കാണിച്ചേക്കുന്ന ഒരു ചുമപ്പ് കളറിലെ രേഖ കണ്ടല്ലോ, ഇതാണ് എന്തെന്ന് പറയുന്നത്? ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അക്ഷാംശ രേഖയിൽ തന്നെ ഏറ്റവും വലിയ രേഖയാണ് 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ്. ഇതിനെ എന്തെന്ന് പറയുന്നു? ഭൂമധ്യരേഖ എന്ന് പറയുന്നു. ഇതിനെയാണ് അക്ഷാംശ രേഖ എന്നാണ് ഞാൻ പറഞ്ഞത്. അക്ഷാംശ രേഖയിൽ തന്നെ ഏറ്റവും വലിയ രേഖയായിട്ടുള്ള ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ രേഖയാണ് ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൽ AB എന്ന് പറഞ്ഞ് 2 ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഉത്തര അർദ്ധഗോളം, ഇതാണ് ദക്ഷിണ അർദ്ധഗോളം. അപ്പോൾ നമ്മുടെ ഗ്ലോബിനെ ഈ ഭൂമധ്യരേഖയാണ് 0 ഡിഗ്രിയാണ് ഈ ഭൂമധ്യരേഖ, ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ്. ഇത് ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്നു. A എന്ന് പറയുന്നത് വടക്ക് ഭാഗം അല്ലെങ്കിൽ ഉത്തര അർദ്ധഗോളവും, B എന്ന് പറയുന്ന ഭാഗം ദക്ഷിണ അർദ്ധഗോളവുമാണ്. അപ്പോൾ ഈ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് ഇങ്ങനെ കുറേ രേഖകൾ വരയ്ക്കാം. അപ്പോൾ ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. ഈ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള രേഖകളാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് ഇങ്ങനെ മുകളിലും താഴെയും വരച്ചിരിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. അക്ഷാംശ രേഖകൾ, അതിൽ ഏറ്റവും നടുക്ക് കാണുന്ന അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഇനി അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന രേഖകൾ, അക്ഷാംശ രേഖകൾക്ക് ലംബമായിട്ട് വരച്ചിരിക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സാങ്കല്പിക രേഖകളാണ്. ഈ രേഖകളുടെ ഉപയോഗം എന്താണ്? നമുക്ക് ഒരു സ്ഥലത്തിൻ്റെ, ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം നിർണ്ണയിക്കണമെങ്കിൽ എന്താണ് ഈ അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളുമാണ് സഹായിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ ഗ്ലോബും ഭൂപടവും തമ്മിലുള്ള വ്യത്യാസം തന്നിട്ടുണ്ട്. നമ്മുടെ ഭൂമിയുടെ മാതൃകകളാണ് ഈ ഗ്ലോബും ഭൂപടങ്ങളും എന്ന് പറയുന്നത്. അതിൽ ഗോളാകൃതിയിലുള്ള മാതൃകയാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോബ് എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഗ്ലോബ് എന്ന് പറയുന്നത്. എന്നാൽ ഗോളാകൃതിയിലുള്ള ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർക്കുകയാണെങ്കിൽ അതിനെ ഭൂപടം എന്ന് പറയുന്നു. അപ്പോൾ ഗ്ലോബ് എന്ന് പറയുമ്പോൾ ഗോളാകൃതിയിലുള്ളൊരു മാതൃക, അതിനെ ഒരു പരന്ന പ്രതലത്തിൽ വരച്ച് ചേർക്കുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ഭൂപടം എന്ന് പറയും. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഇവിടെ കേരളത്തിൻ്റെ ഭൂപടം കാണിച്ചിരിക്കുന്നത് നോക്കി. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ സൂചകങ്ങൾ തന്നിട്ടുണ്ടല്ലേ. സംസ്ഥാന അതിർത്തി ഏത് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്, ജില്ലാ അതിർത്തി, തലസ്ഥാനങ്ങൾ കാണിക്കാൻ ഏതാണ്, ജില്ലാ ആസ്ഥാനങ്ങൾ കാണിക്കാൻ ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. കണ്ടോ, ദിശ അറിയാനുള്ള കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു തലക്കെട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭൂപടങ്ങളിലെ ഘടകങ്ങളെക്കുറിച്ച് നോക്കാം. ഭൂപടങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഭൂപടത്തിൽ? തന്നിരിക്കുന്ന ഭൂപടത്തിൽ ABC എന്നിങ്ങനെ അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടല്ലോ. ഇവയാണ് ഭൂപടത്തിൻ്റെ, A എന്ന് പറയുന്നതാണ് ഭൂപടത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത്. ഭൂപടത്തിൻ്റെ തലക്കെട്ട്, കേരളം രാഷ്ട്രീയ ഭൂപടം എന്നതാണ് ഇതിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത്. B ആണ് ദിശ, ഭൂപടത്തിൻ്റെ ദിശയാണ് B. C എന്ന് പറയുന്ന ഭാഗത്ത് എന്താണ്? സൂചികയാണ്. അപ്പോൾ ഭൂപടത്തിൽ വേണ്ട അവശ്യ ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? തലക്കെട്ട് വേണം, അതുപോലെ ദിശ വേണം, സൂചിക വേണം. അപ്പോൾ ഇത് 3 ഭൂപടത്തിൽ ആവശ്യമുള്ള അവശ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്താണ് പൊതുവെ തലക്കെട്ട് കൊടുക്കുന്നത്. ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ട്. അപ്പോൾ തലക്കെട്ട് നോക്കുമ്പോഴത്തേനും നമുക്ക് ഭൂപടം എന്താണ് എന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഭൂപടത്തിൽ, നമ്മൾ നേരത്തെ കണ്ട ഭൂപടത്തിൽ കേരളം രാഷ്ട്രീയ ഭൂപടം എന്നായിരുന്നു. പിന്നീട് ദിശ അറിയുന്നതിനുള്ള ഒരു ഇത് കാണും. കണ്ടോ, ദിശ അറിയുന്നതിന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ സൂചികകൾ കാണും. ഓരോ സൂചികകൾ നോക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ഭൂതല സവിശേഷതകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂപടത്തിൽ എന്ത് ഉപയോഗിക്കുന്നത്? സൂചികകൾ ഉപയോഗിക്കുന്നത്. കണ്ടല്ലോ, കുറേ സൂചികകൾ ഇവിടെ തന്നേക്കുന്നത് കണ്ടല്ലോ. ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കിക്കേ. സംസ്ഥാന അതിർത്തിക്ക് ഇങ്ങനെ ഡോട്ട്, ജില്ലാ അതിർത്തി, നദികൾക്കാണെങ്കിൽ ഈ ഒരു സിമ്പലാണ് യൂസ് ചെയ്യുന്നത്. ദേശീയ പാതകൾ കണ്ടോ, റെയിൽ പാതകളാണെങ്കിൽ ഈ ഒരു സിമ്പൽ എല്ലാം ഒന്ന് നോക്കി വെച്ചേ. തലസ്ഥാനം, ജില്ലാ ആസ്ഥാനം, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, സംസ്ഥാന പാതകൾ, ഓരോന്നിനും കാണിച്ചിരിക്കുന്ന സൂചികകളൊന്ന് നോക്കിക്കുക. അപ്പോൾ ഈ സൂചികകൾ മനസ്സിലാക്കി നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭൂതല സവിശേഷതകൾ അറിയാനായിട്ട് പറ്റും.
ഇനി എന്താണ് കാർട്ടോഗ്രാഫി? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, ചോദിക്കുന്ന ചോദ്യമാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെയാണ് കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനുമൊക്കെ ചുമതലപ്പെട്ട ഒരു കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്നും പഠിക്കണം. ഡെറാഡൂണാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസി, ഭൂപടങ്ങളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ്? ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽപാതയുടെ ദിശ, കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉത്തരം? കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ, തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല. വടക്കേ അറ്റത്ത് ഏത് ജില്ലയാണ് വരുന്നത്? കാസർഗോഡാണ്. വടക്കേ അറ്റത്ത് വരുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ്? വയനാടാണല്ലേ. വയനാടാണ് 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽപാത, കാസർഗോഡ് എന്ന് പറയുമ്പോൾ വടക്ക് നിന്ന് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തെക്കോട്ടാണ്. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാലോ. തമിഴ്നാട്, കർണാടക തുടങ്ങിയവയാണ് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ. അപ്പോൾ ബേസിക് ഫാക്റ്റുകളാണ്. പക്ഷേ LGS പോലുള്ള പരീക്ഷയിൽ SCRT ചോദിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടാകും. ഇത്രയും സിമ്പിളാണെന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞിട്ട് പോകരുത്. ഈ ഭാഗത്ത് നിന്നൊക്കെ ചോദ്യം ഉണ്ടാകും. ഇനി ഇവിടെ നോക്കിക്കേ, ജില്ലകൾ കണ്ടെത്താനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വരുമ്പോൾ ഇന്ത്യയുടെ ഒരു ഭൂപടം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂപടവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളും ഒക്കെ താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, മ്യാൻമാർ, ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങൾ, അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇവിടെ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമുണ്ട്. അതുപോലെ ഇവിടെ കണ്ടല്ലോ പുതുച്ചേരിയുണ്ട്, ആൻഡമാൻ നിക്കോബാറുണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട്. പിന്നെ ഇവിടെ ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം. നോക്കിക്കേ, ഇന്ത്യയുടെ ഒരു ഭൂപടമാണ് ഇവിടെ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ചൈന, നേപ്പാൾ, ഇതൊക്കെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂപടം വായിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ്? നമ്മളിപ്പോൾ കണ്ടു, ബംഗാൾ ഉൾക്കടലാണ്. പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? നമുക്കറിയാവുന്ന കാര്യമാണ്, ഡൽഹിയാണല്ലേ. ഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം. ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? നമ്മളിവിടെ കണ്ടു, ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഇവിടെ ഏതാണ് കേന്ദ്രഭരണ പ്രദേശം വരുന്നത്? ലഡാക്കാണ് വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത്. ലഡാക്കാണ് വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് അരുണാചൽ പ്രദേശ് വരുന്നത്. തെക്കു ഭാഗത്തുള്ള ഒരു രാജ്യം, തെക്കു ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് ഏതാണ്? ശ്രീലങ്കയാണ് തെക്കു ഭാഗത്തുള്ള അയൽ രാജ്യം. തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ ഇവിടെ ആൻഡമാൻ നിക്കോബാറാണ് തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത്. ഈ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, പാകിസ്ഥാൻ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാനൊക്കെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ ഉത്തർപ്രദേശിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ ചോദ്യം വരും. എന്താണ് പറയുന്നതെന്ന് നോക്കിക്കേ. എൻ്റെ സ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. എൻ്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശ് എവിടെയാണ്? ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് എൻ്റെ സ്ഥാനം എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ അതിർത്തിയിലൊരു രാജ്യമുണ്ട്, അതാണ് നേപ്പാൾ. അപ്പം നേപ്പാളാണ് ഉത്തർപ്രദേശിൻ്റെ അയൽ രാജ്യം എന്ന് പറയുന്നത്.
കൂടാതെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങളുമായിട്ട് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു. കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് പറയുന്ന പേരും ഉത്തർപ്രദേശിനുണ്ട്. അതുപോലെ ഉത്തർപ്രദേശിലെ നൃത്തകലയാണ് കഥക് എന്ന് പറയുന്നത്. കഥക്കാണ് ഇവിടുത്തെ നൃത്തകല. അതുപോലെ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ പേരുകൾ ഏതൊക്കെയാണ്? കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹാബാദ് തുടങ്ങിയവയൊക്കെ പ്രധാന നഗരങ്ങളാണ്. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരാനാഥ് എൻ്റെ പ്രശസ്തി ലോകമെങ്ങും പരത്തുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാരാനാഥ് അല്ലെ, അശോക സ്തംഭം എവിടെയാണ്? ഉത്തർപ്രദേശിലെ സാരാനാഥിലാണ്. അപ്പോൾ അത് അവരുടെ ഈ ഉത്തർപ്രദേശിൻ്റെ പ്രസക്തി ലോകം എങ്ങും പരത്തുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത് നോക്കിക്കേ. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്തു നിന്ന് 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. അപ്പോൾ വാസ്കോഡ ഗാമ ലിസ്ബണിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നത്. കാറ്റിൻ്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. അപ്പം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ആദ്യം എവിടെ എത്തിയത്? ആഫ്രിക്കയുടെ തെക്കേ അറ്റത്താണ് എത്തിയത്. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്ദി തുറമുഖത്തെത്തി. അപ്പോൾ അദ്ദേഹം ഏത് തുറമുഖത്താണ് എത്തുന്നത്? മലിന്ദി തുറമുഖത്താണ് എത്തുന്നത്. അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടു കൂടി 1498 മെയ് 20 നമ്മൾ പഠിക്കുന്ന ഡേറ്റാണ്. 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർത്തു. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത് കേരളത്തിൽ കോഴിക്കോട് കാപ്പാട് തീരത്ത് പന്തലായിനി ബീച്ചിലാണ്, ചേമാഞ്ചേരി പഞ്ചായത്തിലാണ്. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. അപ്പം അന്നത്തെ കാലത്ത് ഈ ഗൂഗിൾ മാപ്പൊന്നും നോക്കാനില്ലായിരുന്നു. അപ്പം കാറ്റിൻ്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് എത്തിയത്. ആദ്യം ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. അവിടുന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്ദി തുറമുഖത്തെത്തി. അവിടുന്ന് മൺസൂൺ കാറ്റിൻ്റെയൊക്കെ സഹായത്തോടെയാണ് 1498 മെയ് മാസം 20 കോഴിക്കോട് കാപ്പാട് വരുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ നോക്കിക്കേ, കുറച്ച് വാസ്കോഡ ഗാമയുടെ സഞ്ചാരപാതയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും കാണിക്കുന്നുണ്ട്. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും കാണിക്കുന്നുണ്ട്. ആഫ്രിക്ക, അന്റാർട്ടിക്ക തുടങ്ങിയ വൻകരകൾ കാണിക്കുന്നുണ്ട്. സമുദ്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക്ഷീറ്റ് പരിശോധിച്ചിട്ട് എഴുതാനുള്ള ചോദ്യങ്ങളാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രം എവിടെയുണ്ട്? അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡങ്ങളാണ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയുമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്. ഇന്ത്യൻ സമുദ്രത്തിൻ്റെ കിഴക്കു ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? അപ്പോൾ ഇത് നോക്കി എഴുതാനാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. ഇന്ത്യൻ സമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് ഇന്ത്യൻ സമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡം. ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യയാണ് അല്ലേ? ഏഷ്യയാണ് ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണപ്പെടുന്ന ഭൂഖണ്ഡം. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഇവിടെ ഉണ്ട്, അറ്റ്ലാന്റിക് സമുദ്രമുണ്ട്, ഇന്ത്യൻ സമുദ്രമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരെ കാണുന്നത് കണ്ടല്ലോ? ആഫ്രിക്കയാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ചാർട്ട് വായിച്ചിട്ട് എഴുതേണ്ട ചോദ്യങ്ങളാണ്. ഈ ഭാഗത്തു നിന്നും ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട്. ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ജനങ്ങൾ ജനങ്ങളാൽ നമുക്ക് ഭരണഘടനയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഒക്കെ പ്രധാനപ്പെട്ട കുറേ പോയിന്റുകൾ വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അത് പഠിച്ചിരിക്കണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ ഉയർന്നു വന്ന പ്രധാന ചർച്ചകളും തീരുമാനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറേ പ്രധാന ചർച്ചകളും തീരുമാനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു. ഇങ്ങനെ ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഗ്രാമസഭയിൽ ഉയർന്നു വന്ന കുറച്ച് ആശയങ്ങളും ചർച്ചകളും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയിട്ട് ജനങ്ങൾ നേരിട്ട് ഭരണത്തിൽ പങ്കാളികളാകുന്നു. ഇങ്ങനെ ജനങ്ങൾ നേരിട്ട് ഭരണത്തിൽ പങ്കാളികളാകുന്നു അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഭരണത്തിൽ തീരുമാനമെടുക്കുന്നതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇനി ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്,
ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഇതിനെയാണ് ഇത് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പറയാം. അതുപോലെ നഗരപ്രദേശങ്ങളിൽ കോർപ്പറേഷൻസ്, മുനിസിപ്പാലിറ്റികൾ ഇത്രയും ചെയ്യുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകൾ ഗ്രാമപ്രദേശങ്ങളിൽ വരുമ്പോൾ അത് ത്രിതല പഞ്ചായത്ത് സംവിധാനം അല്ലേ. ഗ്രാമപഞ്ചായത്തിൻ്റെ മുകളിലെ തലമാണ് ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് മുകളിൽ ജില്ലാ പഞ്ചായത്ത്. നഗരപ്രദേശങ്ങളിലാണെങ്കിൽ ഈ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളില്ല, അവിടെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമാണ്. ഇനി ഇവിടെ പ്രധാനപ്പെട്ട 2 കോട്ടുകൾ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് അഭിപ്രായപ്പെട്ടത് എബ്രഹാം ലിങ്കനാണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണമെന്നതാണ് എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഈ 2 കോട്ടുകളും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കും, വരുന്ന LGS പരീക്ഷയിലേക്ക് ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ജനാധിപത്യത്തിൻ്റെ വേരുകൾ തേടി എന്ന് പറയുമ്പോൾ ജനാധിപത്യം ഉത്ഭവിച്ചത് എവിടെ നിന്നാണ് പറയുന്നുണ്ട്. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയൊന്നും പങ്കെടുപ്പിച്ചിരുന്നില്ല എങ്കിലും ജനാധിപത്യം എന്ന ആശയം ആദ്യമായിട്ട് ഉദയം ചെയ്തത് എവിടെയാണ്? ഗ്രീസിലെ ഏതൻസിലാണ്. എന്നാൽ ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിലാണ് ഇന്ന് നിലവിലുള്ള ജനാധിപത്യത്തിൻ്റെ തുടക്കം. ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് ഇതൊക്കെ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിൽ നിന്നാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ഗ്രീസ്, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളെക്കുറിച്ചിട്ട് കാര്യം മനസ്സിലായല്ലോ. ഇവിടെ നോക്കിക്കേ, പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ഉപയോഗിച്ചത്. ഡെമോക്രസി എന്ന് പറയുമ്പോൾ ജനാധിപത്യമാണ്. അതിൽ ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ അധികാരം. ഈ 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി അല്ലെങ്കിൽ ജനങ്ങളുടെ അധികാരം എന്ന വാക്ക് രൂപപ്പെട്ടത്. അപ്പോൾ ഏത് പദമാണ്? ഗ്രീസ് പദമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ എന്താണ് ഗ്രാമസഭകൾ എന്ന് പറയുന്നുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇത് വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. നമുക്കറിയാമല്ലേ, നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഗ്രാമസഭകൾ കൂടാറുണ്ട്. എന്തിനാണ്? ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമസഭകൾ അവസരം കൊടുക്കുന്നത്. അപ്പം ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലും വരുന്ന വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള എല്ലാവരും ഈ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗ്രാമസഭയുടെ പടമൊക്കെ കാണിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഓരോന്ന് പറയുന്നു, നോക്കിക്കുക, അവർ തന്നെ പങ്കാളികളാകും. ഞങ്ങളുടെ കവലയിൽ വഴിവിളക്ക് സ്ഥാപിക്കണമെന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു. പച്ചക്കറി കൃഷിക്ക് വിത്തും വളവും വേണം. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണം. അങ്ങനെ ജനങ്ങൾ തന്നെ കാര്യങ്ങളിൽ, ചർച്ചകളിലും ഒക്കെ എന്ത് ചെയ്യാണ്? പങ്കെടുക്കുകയാണ്. നഗരങ്ങളിൽ ഇത് വാർഡ് സഭകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി എന്താണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. പങ്കാളിത്ത ജനാധിപത്യത്തിൻ്റെ മറ്റൊരു പേരാണ് പ്രത്യക്ഷ ജനാധിപത്യം. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം. അപ്പം ജനങ്ങൾ നേരിട്ട് ഭരണകാര്യത്തിൽ പങ്കാളികളാകണമെങ്കിൽ ജനസംഖ്യ കുറവുള്ള സ്ഥലങ്ങളിലേ നടക്കത്തുള്ളൂ. അതുപോലെ ജനസംഖ്യ കുറവാണെങ്കിൽ അവിടെ ഭൂവിസ്തൃതിയും കുറഞ്ഞ സ്ഥലങ്ങളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇനി ഇവിടെ കേരള നിയമസഭയെക്കുറിച്ച് പറയുന്നുണ്ട്. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ എന്ന് പറയുന്നത്. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഈ വർഷങ്ങളെല്ലാം പഠിച്ചോണം കേട്ടോ. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിച്ച ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. ഈ 3 വർഷങ്ങളും പഠിക്കണം. 1888 എന്താണ്? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. ഇതെല്ലാം കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്.
കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം എന്നാണ് നടന്നത് 1957 ഏപ്രിൽ 27-നായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പം നിയമസഭാ ദിനം എന്നാണ് ഏപ്രിൽ 27 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ നേരത്തെ പ്രത്യക്ഷ ജനാധിപത്യം പഠിച്ചു. അപ്പോൾ എന്താണ് പരോക്ഷ ജനാധിപത്യം? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന രീതിയാണ് പരോക്ഷ ജനാധിപത്യം. അപ്പം ജനങ്ങൾ നേരിട്ട് ഭരണത്തിൽ പങ്കാളികളാകുന്നുണ്ട് എങ്കിൽ അവിടെ പ്രത്യക്ഷ ജനാധിപത്യം എന്നാണ് പറയുന്നത്. പ്രത്യക്ഷ ജനാധിപത്യം എന്നാണ് പറയുന്നത്. പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളിലാണ് നടക്കുന്നത്. എന്നാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നതിനെ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നു. പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നു. പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. അല്ലെങ്കിൽ ഈ പ്രാതിനിധ്യ ജനാധിപത്യം നടക്കുന്നത് എവിടെയാണ്? ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ സ്ഥലങ്ങളിലാണ് എന്ത് നടക്കുന്നത്? പരോക്ഷ ജനാധിപത്യം നടക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെയും പരോക്ഷ ജനാധിപത്യത്തിൻ്റെയും വ്യത്യാസം കാണിച്ചിട്ടുണ്ട്. ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ പരോക്ഷ ജനാധിപത്യമായിരിക്കും, കുറഞ്ഞ രാജ്യങ്ങളിൽ എന്താണ്? പ്രത്യക്ഷ ജനാധിപത്യമായിരിക്കും നടക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ നോക്കിക്കേ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. അതുപോലെ സൗദി അറേബ്യയിൽ എന്താണ്? രാജാവ് അധികാരമേറ്റ കാര്യം പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യ ഭരണം അവസാനിച്ചു. സ്വിറ്റ്സർലാൻഡിൽ ഇപ്പോഴും എന്താണ് നടക്കുന്നത്? പങ്കാളിത്ത ജനാധിപത്യമാണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ ഏത് തരത്തിലുള്ള ജനാധിപത്യമാണ്? പങ്കാളിത്ത ജനാധിപത്യമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യമാണ് നടക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ വായിച്ചു വെച്ചിരിക്കുക. പ്രസ്താവന രീതിയിലേക്ക് ചോദിക്കും. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. അതുപോലെ സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ്. ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷമുണ്ടായിരിക്കും. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇതെല്ലാം ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ്. ജനങ്ങൾക്ക് പരമാധികാരമുണ്ട്. സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ്. അതുപോലെ ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ വേണ്ട പ്രതിപക്ഷം, നിയമവാഴ്ച, സ്വതന്ത്ര വാർത്താമാധ്യമങ്ങൾ, നീതിന്യായ വ്യവസ്ഥ. ഇതെല്ലാം തന്നെ എന്താണ്? ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ്. ഇനി തിരഞ്ഞെടുപ്പിലൂടെ നമ്മൾ പോവുകയാണ്. ഇവിടെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അപ്പോൾ ഇപ്പം എത്ര വയസ്സാണ്? 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനായിട്ടും പറ്റും. എന്നാൽ 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. 21 വയസ്സ് മാറ്റിയിട്ട് ഇപ്പം എത്ര വയസ്സാക്കി? 18 വയസ്സാണ് ഇപ്പം നിലവിൽ. ഇപ്പോഴാണോ മാറ്റിയത്? 1989 വരെയാണ് പ്രായം 21 വയസ്സായിരുന്നത്. 89-ലാണ് ഇത് മാറ്റിയിട്ട് 18 വയസ്സാക്കി മാറ്റുന്നത്. ഇനി ഇവിടെ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ. അപ്പോൾ ഇത് സ്കൂൾ പാർലമെൻറ്റിലെ ഒരു മാതൃകാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ തിരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതാണ് പഠിക്കേണ്ടത്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുക. തിരഞ്ഞെടുപ്പിന് വേണ്ട ഉദ്യോഗസ്ഥരെയൊക്കെ ആദ്യം നിയമിക്കും. എന്നിട്ട് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടൊരു വിജ്ഞാപനം പുറപ്പെടുവിക്കും. തിരഞ്ഞെടുപ്പായി ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു PSCയുടെ എക്സാം പോലെയൊക്കെ നമുക്കിത് കണക്ട് ചെയ്ത് പഠിക്കാം. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ആദ്യം നമുക്ക് വേണ്ട ഉദ്യോഗസ്ഥരെയും കാര്യങ്ങൾ എക്സാം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെയൊക്കെ ചുമതലപ്പെടുത്തുന്നു. അതിനുശേഷം തിരഞ്ഞെടുപ്പിന് എന്ത് ചെയ്യുന്നു? വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. എക്സാമിന് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് പോലെ തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. അപ്പോൾ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേനും എല്ലാവരും എന്ത് ചെയ്യും? അവർക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ അയക്കും. അത് നമുക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലായിട്ട് എടുക്കാം. അപ്പോൾ ഈ കിട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അതൊക്കെ സൂക്ഷ്മ പരിശോധന നടത്തി ഇവർ അയച്ചേക്കുന്ന വിവരങ്ങളൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കും. ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുക, അല്ലേ? നമുക്ക് ഈ കൺഫർമേഷൻ വരുമ്പോൾ കൊടുക്കാതിരുന്നാൽ നമുക്കത് പിൻവലിക്കുന്നതായിട്ട് എടുക്കാം. പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം പഠിത്തമാണ്. പിന്നെന്താണ്? വോട്ടെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ എക്സാം ഡേ ആയിട്ട് കണക്കാക്കാം. പിന്നീട് എന്ത് വരും? ഫലപ്രഖ്യാപനം വരും. അപ്പോൾ ഒരു എക്സാമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിത് പഠിക്കുകയാണെങ്കിൽ ആ ഘട്ടങ്ങളൊക്കെ എളുപ്പത്തിൽ പഠിക്കാം. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ.
ഇനി ഇവിടെ തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇതെല്ലാം തന്നെ എന്താണ്? തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങളാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചിരിക്കണേ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലും പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്ക് സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്ന് പറയുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്ന് പറയുന്നത് 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് എല്ലാവരെയും നിയമിക്കുന്നത്. എത്ര അംഗങ്ങളാണ് വരുന്നത്? 3 അംഗങ്ങളാണ് വരുന്നത്. ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതൊക്കെ തിരഞ്ഞെടുപ്പുകൾക്കാണ് മേൽനോട്ടം വഹിക്കുന്നത്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പാർലമെൻറ്റ്, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്കൊക്കെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മേൽനോട്ടം വഹിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയാകും നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒറ്റ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചത്. അപ്പോൾ അത്രയും ലെങ്ത് ഉള്ളൊരു വീഡിയോ ആയിരിക്കും. പക്ഷേ ഇത് മുഴുവനായിട്ടും കണ്ടാൽ നിങ്ങളുടെ LGSും VFA പരീക്ഷയിൽ ഒരു 5-6 മാർക്ക് ഈ ക്ലാസ്സുകളിൽ നിന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വരുമ്പോഴത്തേനും നമ്മുടെ മൗലിക കർത്തവ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു ഭാഗത്ത് പഠിക്കാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച് നോക്കാം. അപ്പോൾ ഞാൻ അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. മൗലിക കർത്തവ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഭാഗം 4ലാണ്. മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A വരുന്നത് എന്ന് പറഞ്ഞിട്ട് മൗലിക കർത്തവ്യങ്ങളുടെ കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ അവകാശങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്